ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് പെരുമ്പാവൂരിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. എയർഫോഴ്സിലായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ഒരു സുവിശേഷകനായി കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ഈ ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കാം. തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നത് നന്ദി അറിയിക്കുന്നു. സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിൻ്റെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈ ഒരു സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ബ്രദർ സാജു തോമസ് ഗോസ്പൽ TV UP ചാനലിൽ നിന്ന് പ്രത്യേക ഭവനത്തിലേക്ക് കടന്നു വരികയും എന്നെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ, ഞങ്ങളുടെ സാക്ഷ്യം പ്രത്യേകിച്ച് ലോകത്തെ അറിയിപ്പാൻ തക്കവണ്ണം ഇങ്ങനെയൊരു സാവകാശം അദ്ദേഹം എടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് പറഞ്ഞതുപോലെ KM സാമുവൽ. ഞാനൊരു ഫുൾ ടൈം മിഷണറി ഇവാഞ്ചലിസ്റ്റാണ്. കഴിഞ്ഞ ഞങ്ങളിപ്പോൾ പെരുമ്പാവൂരിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ഇവിടെ നിന്ന് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലേക്കും കടന്നു പോകുന്നുവെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ഭവനത്തിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. 2 പെൺമക്കളും 1 മകനും. അവർ പലയിടങ്ങളിലായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെയുള്ളതായ ബ്രദറൻ ചർച്ചിനോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു വരികയാണ്. സാർ, ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ചു വളർന്നത് പാണ്ടനാട്, ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാണ്ടനാട് നോർത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ അവർ ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് കർത്താവിനെ പാണ്ടനാട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. അവരുടെ 7 മക്കളിൽ ഏറ്റവും അവസാനത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ പേര്, അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവിൻ്റെ പേര് പാപ്പിച്ചായൻ എന്നായിരുന്നു. മാത്തുണ്ണി എന്ന് പറയും. പുളിക്കേഴ് പഞ്ചസാര മില്ലിൽ ഒരു ജോലി പുള്ളിക്ക് ഉണ്ടായിരുന്നു. മാതാവ് കുടുംബിനിയായിരുന്നു. എന്നാൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലും കർത്താവിനെ സേവിക്കുന്നതിലും അവർ അതീവ തൽപരരും ഒരു പ്രാർത്ഥനാ കുടുംബവുമായിരുന്നു ഞങ്ങളുടേത്. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് മാതാപിതാക്കൾ ഈ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വരികയായിരുന്നു അല്ലേ? അതെ. സാറ് ജനിച്ചു വളർത്തപ്പെട്ടത് ബ്രദറൻ പശ്ചാത്തലത്തിലാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ 10ാം ക്ലാസ് വരെ പാണ്ടനാട്ടിൽ തന്നെ പഠിച്ചു. ആദ്യം അവിടെയുള്ളതായ പ്രൈമറി സ്കൂളിലും പിന്നെ പാണ്ടനാട് തെക്കേക്കര മിത്രമഠം സ്കൂളിലും എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 10 ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നു. ഓക്കെ. സാറ് എൻ്റെ ഒരു ജോലി എന്തായിരുന്നു? സാറ് എയർഫോഴ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ അതെ. ഞാൻ ജനിച്ചു വളർന്ന ചരിത്രം ഒന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ, എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നൊരു കുടുംബമാണ്. വലിയ കൂടോത്രവും മദ്യപാനവും അങ്ങനെയുള്ളതായ ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ പിതാവ് മാതാവൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അപ്പോൾ അമ്മച്ചിക്ക് അവർക്ക് ജനിക്കുന്നതായ മക്കൾ 10 മക്കൾ ആകെ ഉണ്ടായിരുന്നു, എൻ്റെ മാതാവിനും പിതാവിനും. ആ 10 മക്കളിൽ 3 കുഞ്ഞുങ്ങൾ ആദ്യം തന്നെ കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. അപ്പോൾ അതിൽ 2 ആണും 1 പെണ്ണുമായിരുന്നു. അതിനുശേഷം ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിന്യൂസായിട്ട് തുടർച്ചയായിട്ട് പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ 6 പെൺകുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോഴും ഒരു ആൺതരിയില്ലാതെ പലരാൽ പുച്ഛിക്കപ്പെട്ടു. പള്ളി വിട്ടു പോയത് കൊണ്ടുള്ളതായ ശാപമാണ് എന്നൊക്കെ ഉള്ളതായതൊക്കെ എൻ്റെ അമ്മ പ്രത്യേകിച്ച് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ മാതാവ് കർത്താവിനോട് ചോദിച്ച് എന്നെ വാങ്ങിച്ചത്. എനിക്കൊരു മകനെ തന്നാൽ അന്ന് പട്ടിണിയും പരിവട്ടവും ഒക്കെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ പ്രായമായി വരുന്നു. അപ്പോൾ വലിയ പ്രശ്നത്തിലൊക്കെ കടന്നു പോകുന്ന സന്ദർഭങ്ങളായിരുന്നു. എന്നാൽ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ കർത്താവിനായിട്ട് നേർന്നുകൊള്ളാം, അവന് കർത്താവിനെ ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് വേണം. എന്നാൽ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണ്ടിയത് എൻ്റെ മേലുള്ളതായ ക്രിസ്തുവിൻ്റെ മേലുള്ളതായ നിന്ന മാറണം. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എൻ്റെ സമൂഹം, എൻ്റെ അയൽവക്കം അറിയണം. അങ്ങനെയാണ് എൻ്റെ അമ്മച്ചി ചോദിച്ച് കർത്താവിനോട് എന്നെ വാങ്ങുന്നതും 19
1950 അമ്മച്ചിയുടെ 43-ാമത്തെ വയസ്സിൽ ഞാൻ അമ്മച്ചിക്ക് ജനിക്കുന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ആൺകുഞ്ഞാണെന്ന് കണ്ടപ്പോൾ അമ്മ എന്നെ തൻ്റെ കൈകളിലെടുത്ത് എന്നെ കർത്താവിനായിട്ട് സമർപ്പിച്ച് എൻ്റെ പേര് സാമുവേൽ എന്ന് ഇടുകയാണ് ഉണ്ടായത്. ഓക്കെ. പിന്നീട് സാറ് ജോലിയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു അല്ലേ? അങ്ങനെ അതെ, അങ്ങനെ 16 വയസ്സ് ആയപ്പോൾ 10ാം ക്ലാസ് ഞാൻ പാസ്സായി. 1965 പാസ്സായി. 66 ആയപ്പോൾ എനിക്കൊരു വലിയ ഫീലിംഗ്. കാരണം മുൻപോട്ട് പഠിക്കുവാനുള്ളതായ പരിതസ്ഥിതികളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വളരെ ഞെരുങ്ങുന്ന കുടുംബം, ശരിക്കും ആഹാരം പോലും ഇല്ലാത്തതായ ഒരു പശ്ചാത്തലമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ ആഗ്രഹിച്ചു, എൻ്റെ പെങ്ങന്മാരൊക്കെ പ്രായമായി നിൽക്കുന്നു, എന്നാൽ ഒരു ജോലി ആയിക്കഴിഞ്ഞാൽ കർത്താവിനെ അതോടൊപ്പം സേവിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എയർഫോഴ്സ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ കയറാനായിട്ട് ഞാൻ പെർമിഷൻ അമ്മയോട് ചോദിച്ചു. 16 വയസ്സുള്ളത് കൊണ്ട് ഒരു മൈനറാണ് ഞാൻ അന്ന്. അപ്പോൾ അമ്മച്ചിയുടെ പിതാവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എയർഫോഴ്സിൽ ചേരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനത് ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് വളരെ വളരെ കരഞ്ഞു. അമ്മച്ചിക്ക് വളരെ ദുഃഖമായി. കാരണം നിന്നെ ഞാൻ ജോലിക്ക് വിടുവാനല്ല, നമ്മൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നിന്നെ ജോലിക്ക് വിടാതെ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നിന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് നീ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അമ്മച്ചി എന്നോട് പലവട്ടം പറയുകയുണ്ടായി. ഞാൻ അമ്മച്ചിയോട് എപ്പോഴും പറഞ്ഞത്, ഒരു ഫുൾ ടൈം വിളി എനിക്ക് അനുഭവപ്പെടുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പൗലോസ് ശുശ്രൂഷിച്ചതുപോലെ ഒരു കൂടാരപ്പണി ചെയ്തുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് കർത്താവിനെ ഞാൻ സേവിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു സമയം കർത്താവ് എന്നെ എത്ര വയസ്സായിക്കൊള്ളട്ടെ എന്നെ വിളിക്കുന്നുവോ ആ സമയം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പോകുമെന്നുള്ളൊരു ഗ്യാരണ്ടി എൻ്റെ അമ്മച്ചിക്ക് കൊടുത്തതുകൊണ്ടാണ് അമ്മച്ചി മനസ്സില്ലാ മനസ്സോടെ എന്നെ അനുവദിച്ചതും. ഞാൻ അങ്ങനെ പൂനെയിലേക്ക് കടന്നുപോയി. പൂനെയിൽ വെച്ചാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് അതും എൻ്റെ എനിക്ക് നീളം കൂടുതലുള്ളതുകൊണ്ട് ഏറ്റവും മാക്സിമം നീളം വേണ്ടിയത് എയർഫോഴ്സിൽ പോലീസിനാണ്. അങ്ങനെ എയർഫോഴ്സ് പോലീസിൽ എനിക്ക് അന്ന് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നു. അങ്ങനെ എത്ര വർഷക്കാലം സാറ് ഈ എയർഫോഴ്സിൽ ജോലി ചെയ്തു? 15 വർഷം. ആദ്യത്തെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് 15 വർഷമാണ്. അത് കഴിഞ്ഞ് മിനിമം പെൻഷനോടുകൂടി പുറത്ത് വരാം. അപ്പോൾ 15 വർഷം ഞാൻ ആദ്യം സൈൻ ചെയ്ത് 15 വർഷം കഴിഞ്ഞ് എയർഫോഴ്സ് വിടുകയാണ്. അതിനോടകം വിവാഹിതനായി. അപ്പോൾ എൻ്റെ കുടുംബമായി. എന്നാൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പൈസയും കഴിവതും മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്ത് ഭവനത്തെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെയും കുടുംബമായി. എന്നാൽ അങ്ങനെ ആ കുടുംബത്തെ രണ്ടുപേരെയും കൂടെ തന്നെ നോക്കി മിതമായ വലിയ ചെറിയ ശമ്പളത്തിൽ കൂടി ഇവരെയൊക്കെ നോക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം ആ സമയങ്ങളിൽ സഹായിച്ചു എന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നീട് സാർ ഈ സുവിശേഷ വേലയിലേക്ക് വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അതിനുള്ളൊരു പശ്ചാത്തലം എന്താണ്? 15 വർഷം എയർഫോഴ്സിലായിരുന്ന സമയം ഒരിക്കലും കർത്താവിൻ്റെ പാത വിട്ടു മാറിയിട്ടില്ല. 10ാമത്തെ വയസ്സിൽ പാണ്ടനാട്ടിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, സ്വീകരിച്ചു. പിന്നെ മാതാവിന് പ്രത്യേക ഒരിത്, മാതാവ് എപ്പോഴും പഠിപ്പിച്ചിരുന്നത് ഒരു 2 ചില്ലിക്കാശ് അമ്മച്ചയ്ക്ക് കിട്ടിയാലും അത് മുണ്ടിൻ്റെ പടിത്തുമ്പിൽ കെട്ടിയിട്ട് അത് ആരെന്നില്ല, അത് ഏതൊരു കർത്താവിൻ്റെ വേലക്കാരൻ, അത് പെന്തക്കോസ്തായിക്കൊള്ളട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ഏത് സമൂഹത്തിൽ നിന്ന് ആര് വന്നാലും അമ്മച്ചി അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും കുഞ്ഞുങ്ങളെ പട്ടിണിയിട്ടായാലും ആ ഉള്ള പൈസ എടുത്ത് ആ ദേവദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു ശീലം ഞങ്ങൾ കുഞ്ഞിലേ മുതലേ കണ്ട് ആണ് ഞങ്ങൾ വളർന്നു വന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയോട് എപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അമ്മച്ചി എപ്പോഴും എന്നെ ഓർപ്പിക്കും, നിന്നെ ഞാൻ കർത്താവിനായിട്ട് സമർപ്പിച്ചതാണ്, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നീ പോകേണ്ടത് ആവശ്യമാണെന്നുള്ളതായ കാര്യം എപ്പോഴും പറയുന്നത് കൊണ്ട് ആ ഒരു ഉള്ളിൽ എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല കുട്ടിയായിട്ട് തന്നെ പാർട്ട്ണറിൽ വളർന്നു വന്നു. ഒടുവിൽ എയർഫോഴ്സിലായിരുന്ന സമയത്ത് 25 വയസ്സായപ്പോൾ ഞാൻ വിവാഹിതനായി. ഭാര്യയും അതുപോലെ തന്നെ അതിനെപ്പറ്റി പറയാമല്ലോ, ഭാര്യയും അതുപോലെ തന്നെ പിതാവ് ഒരു മർത്തമ്മ കുടുംബവും മാതാവ് യാക്കോബ കുടുംബവുമാണ്. അവിടെ നിന്നാണ് അവർ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്നതും. മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിലായിരുന്നു എൻ്റെ ഭാര്യ വന്നത്. ഭാര്യയ്ക്ക് 18 വയസ്സായപ്പം തൻ്റെ മാതാവ് മരിച്ചു. 19ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവരൊരു പുതിയ ആദ്യ തലമുറയായിരുന്നു വിശ്വാസത്തിലേക്ക്. അതുകൊണ്ട് എപ്പോഴും തീഷ്ണതയുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുവാനും കർത്താവിൻ്റെ നാമം മറ്റുള്ളവരോട് പറയുവാനുള്ളതായ തീഷ്ണത അന്നും ഇന്നും ആ ഭാര്യയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് അത് വലിയൊരു സപ്പോർട്ടായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഓക്കെ സാർ, ഈ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലേക്ക് വരുന്ന പശ്ചാത്തലം ഒന്ന് പറയാം. അതെ, അങ്ങനെ എയർഫോഴ്സിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞാനും വൈഫും, കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരാണെങ്കിലും കർത്താവിൻ്റെ വേല ചെറുതായിട്ട് ചെയ്യുവാൻ തുടങ്ങി.
അത് കഴിഞ്ഞ് ഞാൻ എയർഫോഴ്സ് 15 വർഷം കഴിഞ്ഞ് വിട്ടത് ഞാൻ കാൺപൂരിൽ വെച്ചാണ് വിടുന്നത്. UP കാൺപൂരിൽ വെച്ച് പുറത്തിറങ്ങുമ്പോൾ സാധാരണ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പോലെ എയർഫോഴ്സിൻ്റെ പശ്ചാത്തലവും 15 വർഷത്തെ പോലീസ്, സെക്യൂരിറ്റി, ഫയർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വിദേശത്തേക്ക് പോകണമെന്നുള്ള എല്ലാ ആഗ്രഹത്തിലുമാണ് ഞങ്ങൾ എയർഫോഴ്സ് വിടുന്നത്. അപ്പോൾ അതിനോടകം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ കാൺപൂരിലേക്ക് വന്നത്. അപ്പം ബോംബെയിലേക്ക് മടങ്ങിപ്പോകുക, അവിടെയും ഒരു ജോലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു ജോലി. അവിടെ നിന്ന് കഴിവതും പെട്ടെന്ന് ഗൾഫിലേക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ളതായ എല്ലാ ആഗ്രഹത്തിലും ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കോയിപ്പുറം എന്ന് പറയുന്ന സ്ഥലം, കുമ്പനാടിനടുത്ത് കോയിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ CV ബേബി അന്നൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാനിടയായി. ഡോക്ടർ CV ബേബിയുടെ കൺവെൻഷൻ, ഡോക്ടർ CV ബേബി ആഗ്രയിലെ ഒരു മിഷണറിയാണ്. അമേരിക്കയിലൊക്കെ പോയി തിയോളജി എല്ലാം പഠിച്ച് അവിടെ നിന്നെല്ലാം വിട്ട് താനിങ്ങ് UP വടക്കേ ഇന്ത്യയിലേക്ക് വന്ന് കർത്താവിൻ്റെ വേല വളരെ ജാഗ്രതയോടെ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. എല്ലാ ആഗ്രഹവും, പുറത്തേക്ക് പോകാനുള്ള എല്ലാ ആഗ്രഹവും വിട്ട് UP ആരും വരുന്നില്ല, ആർക്കും താമസിക്കുവാൻ ആഗ്രഹമില്ല, പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കാണുമ്പോൾ വിട്ട് ഓടിപ്പോകുന്നവരാണ്. അപ്പോൾ ആരുണ്ട് നമ്മുടെ യുവതലമുറയിൽ ആരവിടെ നിന്ന് പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരു വലിയ വെല്ലുവിളി ആ പ്രസംഗത്തിൽ കൂടെ താൻ തരികയുണ്ടായി. അത് ഞങ്ങളെ ഏറെക്കുറെ മാറ്റിമറിച്ചു. ഞങ്ങൾ എവിടേക്കും പോകാതെ UP തന്നെ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ആവുന്നത്ര ചെയ്യണം. എന്നൊരു ഫുൾ ടൈം കോൾ, ദൈവവേലയ്ക്കായിട്ടുള്ളതായ ഒരു ഫുൾ ടൈം കോൾ ഇല്ലാഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പൂർണ്ണസമയം ഇറങ്ങുവാൻ ആഗ്രഹിച്ചില്ല. കാരണം വെളിയില്ലാതെ ഇറങ്ങുന്നത് ദൈവത്തെയും ദൈവജനത്തെയും കബളിപ്പിക്കുകയായിരിക്കുമെന്നുള്ളതായ ഒരു ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ജോലി ലഭിച്ചാൽ അതോടൊപ്പം കർത്താവിനെ സേവിക്കാമെന്നുള്ളതായ വാഞ്ചയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രതീക്ഷയ്ക്ക് ഉപരിയായിട്ട് അവിടെ നല്ലൊരു ഇംഗ്ലീഷ് കമ്പനിയിൽ എന്നെ വിളിക്കുകയും ഏതാണ്ട് 600 പേരോളം ഇൻ്റർവ്യൂ ചെയ്തതിൽ എന്നെ ഒറ്റയാളെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ വന്ന് എന്നെ ആ ജോലിക്കായിട്ട് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഇംഗ്ലീഷ് കമ്പനിയിൽ ഏതാണ്ട് 26 വർഷം ജോലി ചെയ്തുകൊണ്ട് UP താമസിച്ചുകൊണ്ട് അവിടെ തന്നെ ഭവനത്തിലൊരു ആരാധന തുടങ്ങുവാനും അങ്ങനെ കർത്താവിൻ്റെ വേല തുടങ്ങുവാനും ഇടയായി തീർന്നു. അപ്പം 15 വർഷം എയർഫോഴ്സിലും പിന്നീട് 26 വർഷങ്ങൾ UP-യിൽ. അപ്പോൾ ഏതാണ്ട് ഒരു 41 വർഷത്തോളം അതെ ഇവിടെ ജോലി ആയിട്ട് UP-യിലായിരുന്നു. അതെ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ സാറ് ഏതൊക്കെ മേഖലകളിലാണ് സുവിശേഷ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? കാൺപൂരിലായിരുന്ന സമയത്ത് ഞങ്ങൾ ചെറുതായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഓരോ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യും. അവിടെ ഒരു ഭാര്യ കൂടെ വന്ന് ഭർത്താവും കൂടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ ഭവനങ്ങൾ നമുക്ക് തുറന്നു കിട്ടുമായിരുന്നു. അക്കാലത്ത് ഇത്രത്തോളമുള്ള പ്രശ്നങ്ങൾ വലുതായിട്ട് അന്നില്ലായിരുന്നു, എന്നാലും അന്നും ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, സുവിശേഷ വിരോധികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് ലഭിച്ച എൻ്റെ ജോലിയും ആ പദവിയും എൻ്റെ ഒരു 3 സ്റ്റാർ യൂണിഫോമും അതൊക്കെ വളരെ ഇമ്പ്രസീവായിരുന്നു. അതുകൊണ്ട് ഏത് സ്കൂളിലേക്കും ഏത് കോളേജിലേക്കും എവിടെ വേണമെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഏത് ഭവനത്തിലേക്കും ചെല്ലുവാനുള്ളതായ വലിയ ഓപ്പണിങ്സ് കിട്ടുമായിരുന്നു. ഞങ്ങൾ IIT-യോട് കണക്ട് ചെയ്ത് ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരെയാണ് കാൺപൂർ IIT. അവിടെ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും കർത്താവിൻ്റെ വചനം അറിയിപ്പാനായിട്ട് അവരുടെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഏത് സമയത്ത് അവിടെ ചെല്ലാം. ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു, അതിലേക്ക് സംസാരിപ്പാൻ. അതുകൂടാതെ ഞാൻ ഗിദയോൺസിൽ അതിൻ്റെ നോർത്ത് ട്രസ്റ്റി, അതുപോലെ തന്നെ അന്ന് നാഷണൽ ചാപ്ലൈനായിട്ട് അനേക വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏത് സ്കൂളുകളും വിസിറ്റ് ചെയ്ത് കർത്താവിൻ്റെ വചനം നൽകുവാൻ, ആ വചനം നൽകുന്നതിന് മുൻപ് യേശുവിനെ പറ്റി അല്പസമയം അവരോട് സംസാരിപ്പാനും കുഞ്ഞുങ്ങളോട് സംസാരിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബൈബിൾ കൊടുക്കുവാനൊക്കെ ഉള്ളതായ വലിയ മേഖലകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വടക്കേ ഇന്ത്യയിൽ കാൺപൂർ പ്രദേശത്ത് ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയായിട്ട് ഏതാണ്ട് 12 വർഷം സേവനം അനുഷ്ഠിക്കാൻ ദൈവം അവസരം തന്നു. ഈ ജോലിയോടൊപ്പമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വിളിച്ച് ലക്നൌവിലൊരു കോൺഫറൻസ്, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ വില അവർക്ക് മനസ്സിലായി. കാരണം എൻ്റെ ആഗ്രഹം മനസ്സിലായി കർത്താവിൻ്റെ വേലയ്ക്കുള്ളതായ. അങ്ങനെയാണ് അമേരിക്കയിലേക്ക് അവരെന്നെ വിളിച്ച് അവിടെ 1 മാസത്തെ ആ ട്രെയിനിങ്, ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ട്രെയിനിങ് വലിയൊരു ചേഞ്ച്, വലിയൊരു പരിവർത്തനമാണ് സത്യം പറഞ്ഞ ജീവിതത്തിൽ നൽകിയെത്തുന്നത്. കാരണം ഒരു 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 ഇൻഡിവിജ്വലായിട്ടൊരു ചെറിയ ഒരു സെറ്റപ്പ് ചിന്തിക്കാതെ ഒരു മാസ് ഏരിയയിലേക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കടന്നു പോകുവാനുള്ളതായ വലിയൊരു പ്രേരണ ലഭിച്ചത് ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ സെമിനാറിൽ കൂടെയാണ്. അതുവരെ നമുക്ക് സങ്കുചിതമായ മനസ്സോടുകൂടി ഇരുന്ന എനിക്ക് വലിയൊരു ഓപ്പണിംഗ് ലഭിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ സഭകൾ തമ്മിൽ വ്യത്യാസങ്ങൾ കാണാം. നമുക്ക് സൺഡേ ആരാധിക്കുന്നതിലൊക്കെ വ്യത്യാസം കാണും, അങ്ങ് നമുക്ക് ആരാധിക്കാം.
എന്നാൽ ബാക്കിയുള്ള 6 ദിവസങ്ങൾ മറ്റ് ദൈവമക്കളുമായിട്ട് എന്തുകൊണ്ട് ഒരുമിച്ച് കൂടിക്കൂടാ? കാരണം ഗിദിയോൺസിലും ബൈബിൾ സൊസൈറ്റിയിലും ഹഗ്ഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് ചേർന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വലിയ മേഖലകൾ അങ്ങനെ വരുവാനും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് കൂടുതലായിട്ട് അധ്വാനിപ്പാനും ഇടയായി. ഒറ്റ ആളെ കൊണ്ട് തുടങ്ങിയതായ ആ കർത്താവിൻ്റെ വേല ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കുടുംബത്തെ, ആ ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ ഒരു യാദവ് കുടുംബമാണ്. 8 മക്കളുള്ളതായ കുടുംബം, വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയൊരു കുടുംബം. ഒരു കത്തോലിക്ക സഹോദരനാണ് വന്ന് എന്നോട് പറയുന്നത്, അങ്കിളും ആൻറ്റിയും ആ ഒരു ഭവനത്തിലേക്കൊന്ന് ചെല്ലാമോ, അവിടെ ഒരു യാദവും കുടുംബവും ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നു, അവർ ഏത് സമയവും അവർ മരിക്കും, ഒന്ന് പോയാൽ അവർ രക്ഷപ്പെട്ടു പോകും. ഞങ്ങൾ അവിടെ ചെന്നു. മദ്യപാനിയായ പിതാവ്, കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ദൈവത്തിൽ നിന്ന് അങ്ങ് അകന്ന് ആരുമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ആ ഭവനത്തിലേക്ക് ചെന്ന് ഞങ്ങൾ വളരെ താഴ്മയോടെ അവരുടെ കൂടെ ഞങ്ങൾ താഴെ ഇരുന്ന് അവരോട് കർത്താവിൻ്റെ വചനമൊന്നും ആദ്യം അറിയിച്ചില്ല, വളരെ ഇതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലം ദൈവം അവർക്ക് പെട്ടെന്ന് നൽകിക്കൊടുക്കുകയാണ്. അവന് നഷ്ടപ്പെട്ട ജോലി അവന് മടക്കി കിട്ടുന്നു. അങ്ങനെ ആ ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. അദ്ദേഹം തന്നെ പോയി മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങി. കാരണം നമ്മൾ എത്രയോ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു, അതൊന്നും കേൾക്കുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ഒരു സാറും മാഡവും ഉണ്ട്, അവർക്കൊരു ദൈവമുണ്ട്, അവർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേൾക്കുന്നു, എൻ്റെ അനുഭവം ഇതാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അങ്ങനെ ചില ഭവനങ്ങൾ കൂടുതലായി വന്നു തുടങ്ങി. ആ ഭവനം ഞങ്ങളുടെ മുറി നിറഞ്ഞു. ഒടുവിൽ 2 മുറി ഞങ്ങൾ ഒന്നാക്കി ആരാധിക്കാൻ തുടങ്ങി. അതും നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് പുറത്ത് ഹോൾ വെക്കാനുള്ളതായ പെർമിഷൻ അന്നത്തെ ഗവൺമെൻറ് തരാഞ്ഞത് മൂലം ഞങ്ങൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ ഞങ്ങൾ ഹോള് കെട്ടി ആ ഹോളിലാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഏതാണ്ട് 100-ൽ പരം പേർ വിശ്വാസത്തിലേക്ക് ഞങ്ങളിൽ കൂടെ വരുവാനും ഞാനും ഭാര്യയും വളരെ ആക്റ്റീവായിട്ട് ആ കാര്യത്തിൽ ഇടപെടും. അങ്ങനെ മുൻപോട്ട് ഈ പ്രിയപ്പെട്ടവരൊക്കെ കൊണ്ടുവന്ന് 100-ൽ പരം പേർ എല്ലാ സമൂഹങ്ങളിലും എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ അവിടുത്തുകാർ ലോക്കലായിട്ടുള്ള ഹിന്ദിക്കാർ കടന്നു വരുവാനും ദൈവത്തെ അറിയുവാനും ജീവനുള്ള ദൈവത്തെ അറിയുവാനും അത് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും ഞങ്ങൾ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് വെച്ച് ആരെങ്കിലും ഒരു VIP ഞങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കും. അത് BJP എന്നോ RSS എന്നോ സമാജ്വാദി എന്നോ ഇല്ല, ആരെങ്കിലും വിളിച്ച് അപ്പോൾ അവരുടെ കൂടെയുള്ളവരൊക്കെ അതിലേക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ വചനം അങ്ങനെ അറിയുവാനും അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനും ജീവനുള്ള ദൈവത്തെ കണ്ടറിയുവാനുള്ളതായ വലിയ സന്ദർഭങ്ങൾ അവർക്കൊക്കെ ഞങ്ങൾക്കൂടെ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയാണ് 26 വർഷങ്ങൾ ആ വയൽപ്രദേശത്ത് ജോലിയോടൊപ്പം കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം ഭാഗ്യമുണ്ടായത്. സാറേ, അവിടുത്തെ ഈ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. അതെ, കാൺപൂരിൻ്റെ പ്രദേശത്ത് ആദ്യം ഒരു കുടുംബത്തെ ഞങ്ങൾക്കൊരു ഭവനം വാങ്ങുവാൻ ദൈവം സഹായിച്ചു. ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ടാണ് ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരെയുള്ളതായ ഫാക്ടറിയിലേക്ക് കടന്നുപോയി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഗിഡിയോൺസിലും ബൈബിൾ സൊസൈറ്റിയിലും ഹഗ്ഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, അനേക പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജോലിയോടൊപ്പം തന്നെ ലഭിക്കുന്ന സമയങ്ങൾ ഉണ്ടാക്കി കർത്താവ് എപ്പോഴും സമയങ്ങൾ തന്നെനിക്ക് പലയിടങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെയാണ് ഞങ്ങൾ IIT കാൺപൂരിലേക്ക് കടന്നു പോകുവാനും കർത്താവിൻ്റെ വേല അവിടെ ചെയ്യുവാനിടയായി. വീട്ടിൽ കൂടി വന്നതായ ഒരു ഭവനത്തിൽ നിന്ന് ആ സഭ വളർന്ന് അനേകർ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവം അവസരങ്ങളുണ്ടാക്കി. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുവാനുള്ളതായ തയ്യാറെടുപ്പോടുകൂടി ഞാനും എൻ്റെ ഭാര്യയും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച 3 കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ദൈവഭക്തിയിൽ വളർന്നു വരികയും ഒരു സാക്ഷ്യമുള്ള കുടുംബമായിട്ട് ദൈവകൃപയാൽ ആ കാൺപൂർ പ്രദേശത്ത് ഞങ്ങൾക്ക് ആയിരിക്കാനും എല്ലാവരാലും ആദരിക്കപ്പെട്ട് അവിടുത്തെ ചുറ്റുപാടുമുള്ളത് പല ജാതി മത വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും ഒരു പ്രശ്നങ്ങളും അവരുണ്ടാക്കാതെ വളരെ അനുഗ്രഹത്തോടെ അവിടെ ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ സേവിപ്പാനുമുള്ളതായ ഭാഗ്യം ദൈവം നൽകി തരികയുണ്ടായി. സാറേ, ഈ 40 വർഷം എന്ന് പറയുമ്പോൾ തന്നെ 40 വർഷം പുറകോട്ട് നോക്കുമ്പോൾ UPയുടെയൊക്കെ ഒരു സാഹചര്യം, ഗ്രാമങ്ങളിലെ ഒരു അവസ്ഥ ഇന്നുള്ള ഒരു സാഹചര്യം പോലെ ആയിരുന്നില്ലല്ലോ. കറണ്ടില്ല, അതുപോലെ മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല, സമയത്ത് ബസ്സില്ല, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 40 വർഷക്കാലം സാറിൻ്റെ മക്കൾ അവിടെ ആണ് ജനിച്ചത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഒരു 40 വർഷം മുമ്പുള്ള ഒരു സാഹചര്യവും ആ സാഹചര്യത്തെ തരണം ചെയ്ത് ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, സാറിൻ്റെ അവിടുത്തെ പ്രവർത്തന ജീവിതം, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ?
പ്രത്യേകിച്ച് ഈ UP-യുടെ ഒരു അവസ്ഥ 40 വർഷം മുമ്പുള്ള. 1975 ഞാൻ വിവാഹിതനാകുന്നത്. ആ സമയം ഞാൻ സിലിഗുരിക്കടുത്ത് ബാഗ്രോഗര എന്ന് പറയുന്ന സ്ഥലത്ത് എയർഫോഴ്സിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ട്രാൻസ്ഫറായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ഏതാണ്ട് 7 മാസമായപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞങ്ങൾക്ക് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത്. അങ്ങനെ ബോംബെയിൽ ഏതാണ്ട് 4 വർഷം ഞങ്ങളവിടെ താമസിച്ച് എയർഫോഴ്സിലെ ജോലി ചെയ്ത് അവസാനത്തെ 1 വർഷം എനിക്ക് കാൺപൂരിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ലാസ്റ്റ് 1 വർഷം എയർഫോഴ്സ് വിടുന്നതിന് 1 വർഷം ബാക്കിയുള്ളപ്പോൾ അങ്ങനെയാണ് ഞാൻ കാൺപൂരിൽ 1981 ജാനുവരി 1 വരുന്നത്. അവിടെ നിന്ന് അല്പസമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ കാൺപൂരിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാൺപൂരിൽ ആയിരുന്ന സമയങ്ങൾ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഞങ്ങളൊരു സിറ്റി ഏരിയയിൽ താമസിക്കുന്നത് കൊണ്ട് അന്ന് നമുക്ക് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഒരു ലാൻഡ് ലൈൻ മാത്രം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാക്ടറിയിലെ കെയർ ഓഫിൽ ഒരു ലാൻഡ് ലൈൻ ഉള്ളതുകൊണ്ട് അയൽവക്കത്തുകാരും എയർഫോഴ്സിലൊക്കെ അന്നുള്ള ആൾക്കാരും ഒക്കെ എയർഫോഴ്സ് സ്റ്റേഷൻ വളരെ അടുത്താണ് ഞങ്ങളുടെ അവിടെ. അപ്പോൾ എല്ലാവരും വരുന്നതൊക്കെ ആ വീട്ടിൽ നിന്നാണ് ഫോൺ കോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മിനിസ്ട്രിക്കായിട്ട് ഈ IIT കടന്നു പോകുന്നെന്ന് ഞാൻ പറഞ്ഞത് 35 കിലോമീറ്റർ സിറ്റി മുഴുവൻ ക്രോസ് ചെയ്ത് പോകണം. അന്നൊരു കാറോ പരിതസ്ഥിതികളോ ഒന്നുമില്ല. ഒരു 2 വീലർ സ്കൂട്ടറിൽ എൻ്റെ ഭാര്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറകിലിരുന്നു കൊണ്ടാണ് ഞങ്ങൾ അന്ന് യാത്ര. കുഞ്ഞുങ്ങളൊക്കെ അപ്പോഴത്തേക്ക് 2 പേരായി. പിന്നെ മൂന്നാമത്തെ ആൾ 1986 ആയപ്പോൾ മൂന്നാമത്തെ കുഞ്ഞുമായി. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ ആ സ്കൂട്ടറിലാണ് ഈ 35 കിലോമീറ്റർ. അതും തലേദിവസം ചിലപ്പോൾ ഞാനൊരു ഉത്തരവാദപ്പെട്ട സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതലയായിരുന്നത് കൊണ്ട് പലപ്പോഴും യൂണിയൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ചിലപ്പം 2-3 ദിവസങ്ങൾ തന്നെ ഫാക്ടറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ കമ്പനിയാണ്, 10,000 പേര് വർക്ക് ചെയ്യുന്ന വലിയ ഇംഗ്ലീഷ് കമ്പനിയാണ്. അപ്പോൾ രാത്രിയിലൊക്കെ ചിലപ്പം ഫുൾ ഉറങ്ങാതെ അവിടെ നിന്ന് പല കാര്യങ്ങൾ ചെയ്തിട്ട് രാവിലെ ഇങ്ങോട്ട് സൺഡേ രാവിലെ ആയിരിക്കും ചിലപ്പം തിരിച്ചു വരുന്നത്. വന്ന് വീട്ടിൽ ആരാധനയുണ്ട്, 100 പേര് കൂടുന്ന ഒരു ചർച്ച് മുഴുവൻ മാനേജ് ചെയ്യണം. അന്ന് അവിടുത്തെ വിശ്വാസികളൊക്കെ പുതുതായിട്ടൊക്കെ വന്ന് ക്രിസ്തുവിൽ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തിട്ട് പെട്ടെന്നായിരിക്കും. എന്നിട്ട് വരുന്നവർക്കൊക്കെ ഏതാണ്ട് 100-ൽ പരം പേർക്ക് എൻ്റെ ഭാര്യ ലഞ്ച് ഉണ്ടാക്കും അവർക്കെല്ലാം. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആർമിയിൽ നിന്ന് ഒരു 5-6 കുടുംബങ്ങൾ, സിഖ് റെജിമെൻറ്റിൽ നിന്ന് സർദാർ കുടുംബങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. MBBS സ്റ്റുഡൻ്റ് ഉണ്ട്, എയർഫോഴ്സിലെ ഓഫീസറുണ്ട്, സർവൻസ് ഉണ്ട്, എല്ലാവരും മിക്സായിട്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളെല്ലാം ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണ്. അവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. ആണായാലും പെണ്ണായാലും യഹൂദനായാലും യവനനായാലും വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതായ ഒരു ചിന്ത അവരിലേക്ക് വളർത്താൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കും എല്ലാവരും. അതെൻ്റെ ഭാര്യ മാത്രമാണ്. വെളുപ്പിന് ഒരു 3:30 മണിയാകുമ്പോൾ സൺഡേ മോർണിംഗ് എഴുന്നേറ്റിട്ട് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കൈയോട് കൈ ചേർത്ത് തോളോട് തോൾ ചേർന്നിരുന്ന് ഞങ്ങളെല്ലാവരും ആഹാരം കഴിക്കും. അതിൽ പല ജാതിക്കാരാണ്. അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം അവിടുത്തെ ഒരു മിനിസ്റ്റർക്ക് പോലും അത് അത്ഭുതമായിരുന്നു. കാരണം എങ്ങനെ നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നു, അവർക്കൊക്കെ അങ്ങനെ ഒരു താഴെ ജാതിയിലേക്ക് നോക്കുവാൻ ഒക്കാത്തപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതായ വലിയ സന്തോഷമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുമൂലം എന്താണ് നമ്മുടെ കർത്താവിൻ്റെ വചനം അറിയിപ്പാനും അത് കേൾക്കാനുള്ളതായ എല്ലാ താല്പര്യവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് അത് ജീവിച്ച് കാണിക്കണമെന്നുള്ളതായ വലിയ ചിന്ത എനിക്കും എൻ്റെ കുടുംബത്തിനും അന്നേ ഉണ്ടായിരുന്നു. ഒരു സ്ഥലം ഞങ്ങളുടെ അവിടെ ഒരു ഈശ്വരിഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്ട് അതും ഒരു 32-33 കിലോമീറ്റർ ദൂരെയാണ്. വെറും ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകും. അവിടെ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം അത് ഞങ്ങളുടെ ബ്രദറൻ സഭയുടെ ഒരു YMEF ടീം കൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു കോണ്ടാക്ട്സ് ലഭിച്ചതാണ്. അങ്ങനെ ഞാനും അന്നത്തെ അവിടുത്തെ ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റും കൂടെ ഞങ്ങൾ കടന്നുപോയി. ആ 35 കിലോമീറ്ററൊക്കെ കടന്നു പോകാമെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഒന്നുമില്ല, ആരുമില്ല. ഉണക്ക ചപ്പാത്തിയും പൊതിഞ്ഞു കെട്ടി ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഒരു സ്കൂട്ടറെ ഞാനും ആ ഇവാഞ്ചലിസ്റ്റും കൂടെ കടന്നുപോയി. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആ ഉണക്ക ചപ്പാത്തിയും തിന്ന് കുപ്പിയിലെ വെള്ളവും കുടിച്ചിട്ടായിരിക്കും ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ നേരെ വീടിന് പുറത്ത് ആരെങ്കിലും വിൽക്കാൻ വെച്ചിരുന്ന സമോസായും ഒക്കെ ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഭവനക്കാർ ഞങ്ങളെ ആദരിപ്പാൻ തക്കവണ്ണം ആ പുറത്ത് ഈച്ചയരിച്ചിരിക്കുന്ന സമോസയായിരിക്കും വാങ്ങിച്ചത്. ഞങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് കയറുന്നത്. ആ ഈച്ചയരിക്കുന്ന സമോസ മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിലോട്ട് വെക്കും.
കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇത് കഴിച്ച പോലെ ന്യൂമോണിയ വരുമല്ലോ, കോളറ വരുമല്ലോ എന്നുള്ള ചിന്തയെ പേടിച്ചായിരിക്കും. പക്ഷേ അന്നേരവും ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് അത് കഴിച്ച്, കാരണം അവരെ വിദ്വേഷിപ്പിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ ആദരപൂർവ്വം തന്ന കാര്യം അത് കഴിച്ചിട്ടാണ് കർത്താവിൻ്റെ വചനം അവരോട് പതുക്കെ പറഞ്ഞതും അങ്ങനെ അവിടെ ഒരു സഭ ഉണ്ടായി വരുവാനിടയായതും. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഹന സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഈ സ്കൂട്ടറിലുള്ള യാത്രയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് ആ സഭയെ വളർത്തി, ആ സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കടന്നു വരുമ്പോഴേക്കാണ് ഞങ്ങളുടെ ഈ 26 വർഷം ഞാൻ വർക്ക് ചെയ്തതായ ആ ഫാക്ടറി ക്ലോസ് ആയി പോകുന്നത്. അത് ക്ലോസ് ആയപ്പോഴും ഞാൻ റിട്ടയർമെൻറ്റ് ടൈം എൻ്റെ ആയിട്ടില്ല ആ സമയം. അങ്ങനെ ആ പ്രയാസങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നൊരു സന്ദർഭമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അപ്പോഴത്തേക്ക് മൂത്ത മോള് കേരളത്തിലേക്ക് വന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോള് ലുധിയാന CMC മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഇളയ മോൻ അന്ന് ചെന്നൈയിലൊരു ഒരു ഒരു ബോർഡിംഗ് സ്കൂളിൽ താമസിച്ചുകൊണ്ട് അവിടെ പഠിക്കുന്നു. അപ്പം എല്ലാം കൂടെ ചിലവുകളൊക്കെ ഉണ്ട്. വീട്ടിൽ ഈ 100 പേർക്കുള്ള ആഹാരം സൺഡേ എന്നും കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ വീടൊരു ആശ്രമം പോലെയായിരുന്നു. ആർക്കും അവിടെ വരാം, ഏത് സമയത്തും ഞങ്ങളുടെ ഭവനം തുറന്നു കിടക്കും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ആര് വന്നാലും അവരെ സ്വീകരിക്കുക, അവരെ സഹായിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക, അവരുമായിട്ട് സമയം ചെലവിടുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ വേല വളരെ അനുഗ്രഹത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ മറ്റ് സഭാവിഭാഗങ്ങളും അടുത്തടുത്ത് തന്നെ പാസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അവരെല്ലാവരുമായിട്ട് സഹകരിക്കും, കടന്നു പോകും. യൂണിയൻ പ്രെയർ മീറ്റിംഗ്സൊക്കെ ഉണ്ട്. കത്തോലിക്കരുടെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ അവർ നമ്മളെ വിളിക്കും. കർത്താവിൻ്റെ വചനം കേൾക്കാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും. ഞങ്ങൾക്ക് ഭവനത്തിൽ തന്നെ ഒരു സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. ഒരു 10-35 കുഞ്ഞുങ്ങൾ. അന്ന് മിക്ക സഭകളിലും അവിടെ സൺഡേ സ്കൂളില്ല. എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്കാണ് വിടുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവിന് അനുകൂലമാണ്, ഭർത്താവിന് പ്രശ്നമാണെന്ന് ഭാര്യയ്ക്ക് അനുകൂലമാണ്. പക്ഷേ ഞങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, ഞങ്ങളുടെ അവിടെ സൺഡേ സ്കൂൾ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ആർക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ശമലച്ചായൻ്റെ ഭവനത്തിലാണോ എന്നാൽ പ്രശ്നമില്ല, പൊക്കോളാൻ പറയും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവരുടെ സീനിയർ ക്ലാസ്സൊക്കെ ഞാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന്, അന്നൊക്കെ പല വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇന്ന് ഞങ്ങളിപ്പം US പോകുമ്പോഴൊക്കെ ഞങ്ങൾ കാണുന്നത് ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വലിയ ക്രിസ്ത്യൻ ബിലീവേഴ്സ്, ലീഡേഴ്സായിട്ടൊക്കെ അവർ മാറിയിട്ടുണ്ട്. അങ്ങനെ അനേകരെ ക്രിസ്തുവിൽ വളർത്തിയെടുപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പിന്നെ ഗിദെയോനോടുള്ള പ്രവർത്തനത്തിൽ അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു ഗിദെയോൻ്റെ ശുശ്രൂഷകൾ. അനേക സ്കൂളുകളിൽ കടന്നു പോകാം. ഞങ്ങളുടെ ഭവനത്തിൽ മിക്കവാറും സ്ഥലമെല്ലാം ഞങ്ങളുടെ ബെഡ്റൂം, ഞങ്ങളുടെ ഹോളിൻ്റെ ഏതാണ്ട് പകുതിയോളം ബൈബിൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ കീഴിൽ പോലും ബൈബിൾ നിറഞ്ഞിരിക്കുകയായിരിക്കും. ഒരു 25,000 ബൈബിൾ ഇന്നങ്ങോട്ട് വന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് ആ ബൈബിൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കുമായിരുന്നു സ്കൂളുകളിൽ. ഈവൻ നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പോലും ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടുമായിരുന്നു. ചെന്ന് 10,000, 2,000, 3,000, 4,000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്കെല്ലാം ബൈബിൾ കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളതായ എല്ലാ മേഖലകളും ചെയ്യുമ്പോഴാണ് ഈ നാഷണൽ ചാപ്ലൈൻ ആയതും നോർത്ത് ട്രസ്റ്റി ആയതും. അപ്പോൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെക്കന്ദരാബാദിന് പോകണം. പിന്നെ നാഷണൽ ചാപ്ലൈൻ എന്ന് പറയുമ്പോൾ അന്നത്തെ 333 ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളുടെ എല്ലാവരും ആത്മീയ പിതാവാണ്. അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു പോകണം. ഗിദെയോൻ ആരും ഇങ്ങോട്ട് പൈസ തന്നല്ല, നമ്മുടെ പൈസ, നമ്മൾ ഉള്ള പൈസ ചിലവാക്കി കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിനെ സേവിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, എൻ്റെ അമ്മച്ചി പഠിപ്പിച്ചതുപോലെ ആ 2 ചില്ലിക്കാശ് കിട്ടിയാലും കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതായ ആ ഒരു ബോധം 1. 2, ഞാനൊരു ബ്രദറൻ ആരാധനയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും പാണ്ടനാട്ടിൽ ഞങ്ങളുടെ ബ്രദറൻ സഭയ്ക്കും ഞങ്ങളുടെ ഭവനത്തിനും മധ്യത്തിലാണ് AG ചർച്ച് ഉണ്ടായിരുന്നത്. പാണ്ടനാട് നോർത്തിലെ ഈ AG ചർച്ചിൽ അന്ന് CA ഉണ്ട്. ശനിയാഴ്ച വൈകിട്ട് ക്രൈസ്റ്റ് അംബാസഡർ എന്നുള്ളതായ ഒരു ചെറിയ ബാലസംഘം പോലുള്ളതായ ശുശ്രൂഷ എൻ്റെ അമ്മച്ചി എന്നെ നിർബന്ധിച്ചു. കാരണം അവിടുത്തെ ഒരു പാസ്റ്റർ അല്ല, അവിടുത്തെ ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ ജോലിയോടൊപ്പം ചെയ്യുന്ന ആ മനുഷ്യനാണ് ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ലഞ്ച് ബ്രേക്കിന് ഞങ്ങളുടെ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളിൽ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ച് അയൽവക്കത്തെ വീട്ടിൽ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോകുമ്പോൾ ആ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചോറ്റുപാത്രത്തിൽ നിന്ന് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ അച്ഛൻ കുഞ്ഞച്ചായം വന്ന് ഞങ്ങളെ അവിടെ ഇരുത്തി വചനം പഠിപ്പിക്കും. കൊച്ചു കുഞ്ഞുങ്ങളാണ് ഞങ്ങളൊക്കെ, 10ാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെന്നല്ല, വലിയ സംഭവം. ആ അച്ഛൻ കുഞ്ഞച്ചാനാണ് ഈ AGയിലെ മെമ്പറാണ്, AGയിലെ CA എടുക്കുന്നത്.
അതുകൊണ്ട് അമ്മച്ചി എപ്പോഴും പറയും, ഇല്ലല്ലോ മോനെ പോകണം, വചനം പഠിക്കണം, നല്ലതാണ് പോകണം. അപ്പോൾ ആരുമായിട്ടൊരു വിദ്വേഷം ഉണ്ടാകാതെ എല്ലാ സഭകളുമായിട്ട് ഐകമത്യപ്പെട്ട് പോകുവാൻ, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഒരുപോലെ സ്നേഹിപ്പാൻ, കരുതാൻ, ശത്രുവിനെ പോലും സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ മക്കളാണല്ലോ നമ്മളപ്പോൾ. അതുമല്ല, നിത്യത മുഴുവൻ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുമായിട്ട് നിത്യത മുഴുവൻ കഴിക്കാൻ പോകണം, നിത്യയുഗങ്ങൾ കഴിപ്പാൻ പോയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത്ര നിത്യയുഗങ്ങൾ കഴിക്കാൻ പോകുന്ന എനിക്ക് ഇവിടെ എന്തുകൊണ്ട് അവരുമായിട്ട് ഒന്നിച്ച് സഹകരിച്ച് പോകാം? അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അവരുമായിട്ടെല്ലാം സഹകരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഉപയോഗിച്ച് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. സാർ, പിന്നെ ഈ കെനിയയിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് പോയല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. 26 വർഷം ഞങ്ങൾ കാൺപൂരിലായിരുന്നതിന് ശേഷം ഈ ഫാക്ടറി അടഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഞാൻ അപ്പോൾ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്ത് ആദ്യം. ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത് എന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി, നോയിഡയിലാണ് അമിറ്റി യൂണിവേഴ്സിറ്റി, അന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വലിയൊരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായ ഒരു വലിയ പോസ്റ്റ് ദൈവം എനിക്ക് നൽകി എന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. ഞാനൊരു ബ്രിഗേഡിയറും കൂടാണ് കോമ്പീറ്റ് ചെയ്തത്. പക്ഷേ ബ്രിഗേഡിയറെ പോലും എടുക്കാതെ വെറും എയർഫോഴ്സിലെ ഒരു സാർജൻറ്റ് റാങ്കിൽ നിന്ന് റിട്ടയർ ആയതാണ് ഞാൻ, ആദ്യത്തെ കൊച്ചു പെൻഷനോടുകൂടി. എന്നെ അവർ അർത്ഥവത്തായിട്ട് കണ്ടു. കാരണം അതിന് ഉണ്ടായത് എന്താണ്, ബ്രിഗേഡിയറെ ഇൻ്റർവ്യൂ ആദ്യം ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് ബ്രിഗേഡിയറെ ആ പോസ്റ്റിലേക്ക്, അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക്, അവിടുത്തെ അമിറ്റി അറിയാവുന്നവർക്കറിയാം, അമിറ്റിയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡയറക്ടർ, ആ ലെവലിലുള്ളവരെല്ലാം ഏറ്റവും ഹൈ പോസ്റ്റ്, മിലിറ്ററി പോസ്റ്റുകൾ, അല്ലെ IPS IAS പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. ഒന്നിൽ എയർ വൈസ് മാർഷൽ, വൈസ് അഡ്മിറൽ, ആർമി ജനറൽ മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, ഓൾഡ് IPS IAS റിട്ടയേർഡ്, അങ്ങനത്തെ ഉള്ള വലിയ ലെവലിലുള്ള ആൾക്കാരാണ് എപ്പോഴും അവിടുത്തെ ഡയറക്ടർ ബോർഡിലുള്ളത്. ഈ ഒരു ബോർഡിലേക്കാണ് ഞാൻ വെറുതെ അപ്ലൈ ചെയ്ത അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള മട്ട്. എനിക്കറിയാം സാർജൻ്റ് അവിടെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ഞങ്ങൾ 2 പേർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി. അപ്പോൾ ഒരു ബ്രിഗേഡിയറും ഞാനും കൂടെ. അപ്പോൾ ബ്രിഗേഡിയർ പുറത്തിരിക്കുമ്പോൾ തന്നെ എന്നെ കണ്ടു, മനസ്സിലാക്കി ഞാൻ സാർജൻ്റാണ്, എയർഫോഴ്സ്, നമുക്കൊന്നും ഒളിക്കാനില്ല, നമ്മുടെ റാങ്ക് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ എന്നെ ഒരു പുച്ഛത്തോടു കൂടിയാണ് അദ്ദേഹം നോക്കിയത്. പക്ഷേങ്കിൽ ഇൻ്റർവ്യൂ അദ്ദേഹത്തെ ആദ്യം വിളിച്ചു. 10 മിനിറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹം പുറത്ത് വന്നു, എന്നോട് പറഞ്ഞു, ഷമോലെ വെറുതെ ഇവിടെ ഇരിക്കണ്ട, എന്നെ സെലക്ട് ആക്കി, എൻ്റെ പേരും ഓൾറെഡി ഇതായി, സാലറി വരെ ഫിക്സ് ചെയ്തു, നീ വെറുതെ നിൻ്റെ സമയം കളയേണ്ട പോക്കെ, എന്നെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് എന്നെ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, 10-26 വർഷം ഒരു ഫാക്ടറി വർക്ക് ചെയ്തിട്ട് വരികയല്ലേ, ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ലഭിച്ച ഒരു ചാൻസ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നതെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. സാരമില്ല, സാറിന് കിട്ടി, കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഞാൻ ഒരു ഷേക്കാനും കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് എന്നെ അകത്തേക്ക് വിളിക്കുന്നത്. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ വലിയ സിംഹാസനത്തിൽ ചെയർമാൻ ഇരിക്കുന്നു, 25 പേരുടെ വലിയ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്, ഇൻ്റർവ്യൂ ബോർഡ്. 25 പേരിൽ ഞാനങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം പ്രായമുള്ള വലിയ വലിയ പേരുകേട്ട ആൾക്കാരാണ്. മേജർ ജനറൽ ബിന്ദ്ര, അതുപോലെ തന്നെ സ്പോർട്സ് സെക്രട്ടറി ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത വിർക്ക് സാറ്, സർദാർജി, എല്ലാവരും അനേക പ്രായമുള്ളവർ, 80 വയസ്സ്, 70 വയസ്സ്, 90 വയസ്സ് വരെയുള്ള ആൾക്കാർ വടിയും കുത്തിപ്പിടിച്ച് അതിനകത്തിരിക്കുന്നത്. ഇവരൊക്കെ അവിടുത്തെ ഡയറക്ടർ ബോർഡ്, ഇവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിനിരിക്കുകയാണ്. ഞാൻ കയറി ചെന്നു. ലജ്ജയോടുകൂടി, ഭയത്തോടുകൂടി ഞാൻ കയറി ചെന്ന് ഇവരെ കണ്ടപ്പോഴത്തേക്ക്, കാരണം ഇവരെന്തോ ചോദിക്കാൻ പോകുന്നു, ഞാൻ എന്തോ മറുപടി പറയും. എങ്കിലും ഹൃദയത്തിൽ എനിക്കില്ലല്ലോ, മറ്റേ ആൾക്ക് കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിപ്പോയി, അപ്പോൾ ഇനി എന്തും എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, എനിക്ക് അതിലില്ല, ജോലിയില്ല. ഏതായാലും ഞാൻ കയറി ചെന്നു. ഇതിന് 2-4 ദിവസം മുൻപാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുൻപായിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് ഇൻ മിനിസ്ട്രിയാണ്. വലിയ യൂണിവേഴ്സിറ്റിയുള്ള ബന്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വിലയില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ, അപ്പം ഡോക്ടർ സാമുവൽ എന്നുള്ളതായ ഒരു പേരിലാണ് എന്നെ അവിടെ അറിഞ്ഞത്, ഇത് കിട്ടിയത് കൊണ്ട്. അപ്പോൾ ഞാൻ കയറി ചെന്നു, എന്നെ ഇരുത്തി. എന്നോട് ചോദിച്ചത് ആദ്യം ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ഇമ്പ്രഷൻ എന്തുവാ, നീ കേട്ട് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പേപ്പറിൽ, ഇപ്പം കയറി വന്നപ്പോൾ അമിറ്റിയെ പറ്റി എന്ത് തോന്നി എന്നുള്ള ചോദ്യം. ഞാൻ ചോദിച്ചു, സാറേ ഫ്രാങ്കായിട്ട് പറയാമോ എന്ന് ചോദിച്ചാണ് അതിന് ആൻസർ പറയുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഗേറ്റ് മുതൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഈ ഇൻ്റർവ്യൂ ബോർഡ് വരെ നടക്കുന്നിടം വരെ ഉള്ളതായ സ്ഥലത്ത് കണ്ട എല്ലാ കാര്യങ്ങളും, അപാകതകൾ കണ്ടതൊക്കെ എനിക്ക് പറയേണ്ടി വന്നു. അദ്ദേഹം ഭയങ്കര ദേഷ്യമൊക്കെ അഭിനയിച്ചു.
കാരണം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നോടാണോ നീ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീക്ക്നെസ്സസ് ബലഹീനതയെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യം പുള്ളി പ്രകടിപ്പിച്ച് കാണിച്ചു. ഒടുവിൽ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് എന്നോട് ചോദിച്ചു ഡോക്ടറേറ്റ് എന്ന് ഞാൻ കണ്ടു, നീ ഡോക്ടർ സാമുൽ സർട്ടിഫിക്കറ്റ് ഞാൻ അതിനകത്ത് കണ്ടു, എന്താണ് വാട്ട് ഈസ് ദിസ് ഡോക്ടറേറ്റ് എന്ന് എന്നോട് ചോദ്യം ചോദിച്ചു ഈ ചെയർമാൻ. ഞാൻ മനസ്സറിയാം അത് അതിൻ്റെ ചരിത്രം പറയണമെങ്കിൽ എനിക്ക് ഒത്തിരി സമയമെടുക്കും, 1 മണിക്കൂർ കുറഞ്ഞതെടുക്കും. ഈ ഡോക്ടറേറ്റിൻ്റെ ചരിത്രം പറയണമെങ്കിൽ അത് സമയമുണ്ടോ? ഇഷ്ടം പോലെ സമയമുണ്ട്, ഒരു പ്രശ്നവുമില്ല, നിനക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റോറി പറയാമെന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് ചോദിച്ചു, ബിന്ദ്ര മേജർ ജനറൽ ബിന്ദ്രയാണ്, ബിന്ദ്ര യു ഹാവ് എനി വർക്ക് ടു ഡു, എന്തെങ്കിലും പണിയുണ്ടോ? ആരെങ്കിലും ഇതിനകത്ത് അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫുൾ സ്റ്റോറി എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. ആർക്കും സംശയമില്ല, എല്ലാവരും അങ്ങനെ തന്നെ ഇരുന്നു, ആരും പോയില്ല. പ്രിയമുള്ളവരെ, 1 മണിക്കൂർ, സത്യം പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂർ എടുത്തു. ഞാൻ പാണ്ടനാട്ടിൽ ജനിച്ചു വളർന്നത് ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞതുപോലെ തന്നെ രത്ന ചുരുക്കമായിട്ട് ഞാൻ എങ്ങനെ സാമ്പത്തിക പരാധീനക്കൂടെ കടന്നു ഒരു കുടുംബം, പഠിക്കുവാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ പറ്റിയില്ല, കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ. എയർഫോഴ്സിൽ നിന്ന് ലീവിന് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ് പാസ്സായവർ 12 പാസ്സായി, ഗ്രാജുവേഷൻ പാസ്സായി, BA കഴിഞ്ഞ് LLB പാസ്സായി, ചെങ്ങന്നൂർ കോർട്ടിൽ വക്കീലായിട്ട് ജോയിൻ ചെയ്ത എൻ്റെ ക്ലോസ് ഫ്രണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹൃദയത്തിന് ഭയങ്കര ദുഃഖമായിരുന്നു, കാരണം എനിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, എനിക്കും പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയും വന്ന് എപ്പോഴും എന്നെ നിർബന്ധിക്കും, എയർഫോഴ്സ് വിട്ടാൽ ഈ 10ാം ക്ലാസ് കൊണ്ട് എന്തോ ഒരു നല്ല ജോലി കിട്ടാൻ, ഒരു ഗ്രാജുവേഷനെങ്കിലും ഇല്ലെങ്കിൽ. അങ്ങനെയുള്ളതായ പ്രേരണയിൽ പ്രിയമുള്ളവരെ, ഈ 2 പൈസ സ്വന്തം ഞാൻ കിട്ടുന്ന പണം മുഴുവൻ നമ്മുടെ കുടുംബത്തിനും മറ്റേ വീട്ടിലെ മാതാപിതാക്കളെ പെങ്ങന്മാരുടെ ഒക്കെ ചിലവിനേ ഉള്ളൂ. എന്നാൽ ചെറിയ ശമ്പളമാണ് എയർഫോഴ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് ഞാൻ സത്യം പറഞ്ഞാൽ 2 രൂപ സ്വരൂപിച്ച് വെച്ച് പ്രൈവറ്റായിട്ട് 12ാം ക്ലാസ് പാസ്സായി, പ്രൈവറ്റായിട്ട് കറസ്പോണ്ടൻസ് കോഴ്സ് എടുത്തിട്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ DEക്കുള്ളതായ ഒരു MBA ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ട്രിനിറ്റി ഇൻ്റർനാഷണൽ കോളേജിൽ നിന്ന് ഡോക്ടറേറ്റിന് അപ്ലൈ ചെയ്തു. ഡോക്ടറേറ്റിന് ഉള്ളതായ കാരണം ഈസി ആയിരുന്നു, കാരണം എൻ്റെ പ്രവർത്തന പരിചയവും എൻ്റെ കേപ്പബിലിറ്റിയും ഒക്കെ നോക്കി അവർ വളരെ ഈസിയായിട്ട് എനിക്കത് ലഭിക്കാൻ തക്കണം ഇടയായി. ഇതെല്ലാം ഞാൻ എന്തിനാണ് ചെയ്തത്? സത്യം പറഞ്ഞാൽ എന്നെ അറിവിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും 10ാം ക്ലാസ്സിൻ്റെ ഒരിക്കലേ ഉള്ളിലുള്ളൂ. എന്നാൽ ഇതൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്തത് ഞാൻ ഒരു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. കാരണം നമുക്ക് പണമില്ലെങ്കിൽ, പൈസ ഇല്ലെങ്കിൽ എന്നും എന്തുകൊണ്ടൊരു ചൗക്കീദാറായിട്ടൊരു കോൺസ്റ്റബിളായിട്ടിരിക്കണം, എനിക്ക് വളർന്നു കൂടെ സമൂഹത്തിൽ, എനിക്ക് പഠിച്ചു കൂടെ സമൂഹത്തിൽ. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് ഞാൻ മറ്റുള്ളവരെ കാണിപ്പാൻ തക്കവണ്ണം ഞാൻ ആ ഒരു സ്റ്റഡി ടേക്കപ്പ് ചെയ്തു. ഈ ചരിത്രം ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയർമാൻ സാർ, എനിക്ക് ലജ്ജ കൊണ്ട് പറയാൻ എൻ്റെ ഡിഗ്രി എന്തോ ആണെന്ന്, അത് വെറും ഒരു ബിബ്ലിക്കൽ ഡിഗ്രിയാണ്. ഈ അദ്ദേഹം 2 PhD ഉള്ള മനുഷ്യനാണോടെ ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റിയിൽ പറയാൻ പോലും ഒക്കത്തിലൊരു ഡോക്ടറേറ്റ് എന്ന് പറയാനത്, കാരണം ഇത് റെക്കഗ്നൈസ്ഡ് അല്ല, അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തു. സത്യം പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ പഠിച്ച് ഉയർന്നു വന്ന് ഒരു വലിയൊരു ഇംഗ്ലീഷ് കമ്പനിയിൽ സൂപ്രണ്ടൻ്റായിട്ട് ജോലി ചെയ്ത് അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് ഇരിക്കുന്ന സമൂഹത്തോട് പറയുക, ഇദ്ദേഹം കയറി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിനെ പറ്റി, നമ്മുടെ പാർക്കിംഗ് ലോട്ടിനെ പറ്റി, നമ്മുടെ സെക്യൂരിറ്റി ഗേറ്റിനെ പറ്റി ഒക്കെ ന്യൂനതയാണ് പറഞ്ഞു, കുറ്റമാണ് പുള്ളിയെ പറഞ്ഞു. ഇന്നുവരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരോട് ഞാൻ എപ്പം ചോദിച്ചാലും എന്ത് തോന്നി, അയ്യോ സാർ, ഇങ്ങനത്തെ ഇതൊരു സ്വർഗമാണ്, പാരഡൈസാ, ഇതുപോലത്തെ ഒരു യൂണിവേഴ്സിറ്റി ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഇദ്ദേഹത്തിന് ജോലിക്ക് വന്നതാ, ഇൻ്റർവ്യൂവിന് വന്നതാ, എന്നിട്ട് പോലും നമ്മളെ കുറ്റപ്പെടുത്തി പറയാൻ അദ്ദേഹം മടിച്ചില്ല. ഇതുകൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യൻസിനെ ഇഷ്ടം, ഇതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് കേരളക്കാരെ ഇഷ്ടം. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഷമോൾ സാർ, ഞാൻ ജർമ്മനിയിലായിരുന്നു അനേക വർഷങ്ങൾ, എൻ്റെ സ്നേഹിതർ കൂടുതലും കേരളക്കാരായിരുന്നു. അതിൽ നായരും ഉണ്ടായിരുന്നു, ക്രിസ്ത്യനും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം സിൻസിയറായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവർ നല്ല ഒത്തൊരുമയും നമ്മളോടൊക്കെ വലിയ സ്നേഹവും ഒക്കെ ആയിരുന്നു. അതുകൂടാതെ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ, അവരെന്ത് പറഞ്ഞാലും അവർ ടു ദ പോയിൻറ്റ്, ഒരു കള്ളത്തനമോ ചതിവോ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കാണുന്നത്. എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു, ബ്രിഗേഡർക്ക് വേറെയും ജോലി കിട്ടും, പക്ഷേ ഈ ഒരു സാർജൻറ്റ്, അദ്ദേഹത്തിന് ഒന്നുമില്ല, റാങ്ക് ഒന്നും പറയാനോ വലിയ സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും കാണത്തില്ല, പക്ഷെങ്കിൽ
ഇദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ്റെ വില അറിയാം. എഡ്യൂക്കേഷൻ്റെ വില, വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയുന്ന മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിനെയാണ് വേണ്ടത്. ശമുവേലിന് എത്ര ശമ്പളം വേണമെന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞിട്ട് സാറ് സത്യം ഞാൻ കരഞ്ഞുപോയി അവരുടെ മുമ്പിലിരുന്ന്. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി അങ്ങനെ എനിക്ക് അമിറ്റിയിൽ കിട്ടി. പക്ഷേ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ കയറി 6 മാസം കൊണ്ട് അവരുടെ കണ്ണിലുണ്ട് മേധർജന ബിന്ദ്രയും ഞാനും, അദ്ദേഹം ഡയറക്ടറും ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും ലജ്ജയോടെ, കാരണം അദ്ദേഹത്തിനെ ഞാൻ എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എയർഫോഴ്സ് പോലീസിൽ നിന്ന് സല്യൂട്ടും ചെയ്ത് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലേക്ക് ഗേറ്റിൽ നിന്ന് ഉള്ളി വിട്ട മനുഷ്യനാണ്. അത്ര VIP ആയ അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം അതേ കോലീഗായിട്ട് ദൈവം എന്നെ ഉയർത്തി അവിടെ കൊണ്ടുവന്നു. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനുഷ്യന് പക്ഷെങ്കിൽ അന്നേരം മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഞാൻ അങ്ങോട്ട് കയറി ഒറ്റ ആഴ്ച ആയപ്പം തന്നെ എൻ്റെ കൂടെ നേരത്തെയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഹിന്ദു സ്നേഹിതനുണ്ടായിരുന്നു, എൻ്റെ ഒരു നോൺ ക്രിസ്ത്യൻ. അദ്ദേഹം കെനിയയിലേക്ക് പോയി. ഇവിടെ ജോലി ഫാക്ടറി അടയുന്നെന്ന് കണ്ട ഉടൻ തന്നെ അദ്ദേഹം കെനിയയിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് അദ്ദേഹം കയറി. എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് പിറ്റേ ആഴ്ച എന്നെ വിളിക്കുകയാണ്, ഷമുൽ സാർ, കെനിയയിലൊരു ആവശ്യമുണ്ട്, സാറിന് ഇവിടെ, സാർ ഇങ്ങോട്ട് വരണം. അപ്പോൾ വലിയ റെസ്പെക്റ്റോടെ എന്നോട് എപ്പോഴും സംസാരിക്കത്തുള്ളൂ. അദ്ദേഹം MA LLB കാരനാണ്, എയർഫോഴ്സുകാരൻ തന്നെ, എയർഫോഴ്സ് തന്നെയാണ്. അപ്പോൾ എന്നോട് വിളിക്കുക, എന്നോട് പറയുക, ഷമുൽ സാറേ, സാറിന് ഇവിടെ ആവശ്യമുണ്ട്, സാറും മാഡോ ഇങ്ങ് വരണം. എന്നോട് നിർബന്ധിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞു, റെട്ടോർ ഒരിക്കലും വരാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോൾ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ്, ഞാനിവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു, എല്ലാ പൊസിഷനുമുണ്ട്, നല്ല ശമ്പളമുണ്ട്, വലിയ റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത, ഇവിടെ നോൺ റിട്ടയറിംഗ് ആണ്, ഇവിടെ റിട്ടയർമെൻറ്റ് ഏജ് ഇല്ല. നമ്മളാ കഴിയുന്ന എത്ര കാലം വടികുത്തിപ്പിടിച്ച് വന്നോ വർക്ക് ചെയ്തു, ആ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ല ജോബ് സെക്യൂരിറ്റി. പിന്നെ വീട്ടിൽ നിന്നെക്കുറിച്ച് ചർച്ച ഉള്ളത് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാം, ഈസ്റ്റർ പ്രോഗ്രാം ഒക്കെ സ്പെഷ്യൽ വെക്കുമ്പോൾ ഞാൻ ഈ മിസ്റ്റർ റെട്ടോറിനെയും കുടുംബത്തെയും വിളിക്കുമായിരുന്നു. അവരും വന്ന് സുവിശേഷം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിനക്കിതെല്ലാം അറിയാമല്ലോ. ഇദ്ദേഹം പിന്നെയും നിർബന്ധിക്കും, സാറേ, എൻ്റെ ബോസിന് നിന്നെ ആവശ്യമുണ്ട്, എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, അവിടെ എന്തോ നീ ചെയ്യുന്നത്? അപ്പോഴാണ് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോസ് ഒരു ബില്യണർ മനുഷ്യനാണ്, വലിയ പണക്കാരനാണ്. അദ്ദേഹം ഒരു ഗുജറാത്തി പശ്ചാത്തലത്തിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു തലമുറയാണ്. അദ്ദേഹത്തിന് വലിയ കമ്പനികളുണ്ട്, 250 കമ്പനിയുണ്ട്, സ്വർണ്ണ ഖനിയുണ്ട്, ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് എല്ലാം ഉണ്ട്, വലിയ ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ടാക്സിൻ്റെ കേസിൽ ജയിലിൽ പോകേണ്ടി വന്നു. ആ ജയിലിൽ ആരോ ബൈബിൾ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ആ ബൈബിൾ വായിച്ച് രക്ഷിക്കപ്പെട്ടു. ഇപ്പം ഹീ ഓൾവേസ് സേസ് ഹീസ് ബോൺ അഗെയിൻ. അങ്ങനെ ബോൺ അഗെയിൻ ആണെന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാം. അദ്ദേഹം ഒരു TV ചാനലുണ്ട്, അദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്നുണ്ട് സുവിശേഷം. അപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദശാംശം മറ്റ് ചർച്ചുകൾക്ക്, മറ്റ് ദൈവമക്കൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. ആവശ്യമുള്ളിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ടൈത്ത് ദശാംശം എന്ന് പറയുന്നത് ദശലക്ഷങ്ങളാണ് മാസം. അതുപോലെ പ്രോഫിറ്റുള്ള കമ്പനികളാണ് പുള്ളിയുടെ. അപ്പോൾ ആ കമ്പനിയിൽ അദ്ദേഹത്തെ കബളിപ്പിക്കുന്ന ചില രീതികളൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം ചർച്ച് തുടങ്ങി, ഇൻ്റർനാഷണൽ കസീനോ ഒരു ചർച്ചായിട്ട് മാറ്റി, 12,000 പേർ അവിടെ കൂടുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ചാരിറ്റി NGO തുടങ്ങി. ആ NGOയിൽ കൂടെ 100-200 ചിൽഡ്രൻ ഹോമിന്, അനാഥശാലകൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നു. അനേകായിരം കുഞ്ഞുങ്ങൾക്ക് കെനിയയിൽ സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ. ആർക്ക് പള്ളി പണിയണോ, ആർക്ക് സ്ഥലം വാങ്ങിക്കണോ, പള്ളിക്ക് ഏത് പാസ്റ്റർക്ക് വീട് വെക്കണോ, എല്ലാത്തിനും ഇദ്ദേഹത്തിൻ്റെ ദശാംശത്തിൽ നിന്ന് ഇതെല്ലാം വേർതിരിച്ച് കൊടുക്കുകയാണ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ളതിൽ. അപ്പോൾ അത് വിശ്വസ്തമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു, റെട്ടോർ, ഞാനിതെല്ലാം അടയ്ക്കാൻ പോകാൻ, ഇവരെല്ലാം എന്നെ കബളിപ്പിക്കുക പലരും. അന്നേരം റെട്ടോർ പറഞ്ഞു, സാറേ, ഒരിക്കലും അടയ്ക്കരുത്, ഇത്രയും വലിയൊരു ചാരിറ്റി വർക്ക് ചെയ്യുന്നില്ലയോ. അദ്ദേഹം ഒരു നോൺ ക്രിസ്ത്യൻ ആണെങ്കിലും വളരെ നല്ലൊരു സന്മനസ്സുള്ളൊരു മനുഷ്യനാണ് എൻ്റെ ഈ സ്നേഹിതനെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ നിർബന്ധിച്ചു, ഒരിക്കലും അത് നിർത്തരുത് സാറേ, അത് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യണം. എന്നാൽ നീ എനിക്കൊരു ഇന്ത്യയിൽ നിന്നൊരു ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യനെ എനിക്ക് വരുത്തിത്താം, ഒരു വിശ്വസ്തനായ ഒരു ക്രിസ്ത്യനെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് വരുത്തിത്താം. അങ്ങനെയാണ് ഞാനിത് തുടരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വരണം, എൻ്റെ ഈ ചർച്ച് 12,000 പേരുള്ള ചർച്ച് നോക്കണം, അതുപോലെ തന്നെ ഈ NGOയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടിരിക്കണം, ഇതിൻ്റെ ഇൻചാർജ് ആകണം, എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കണം, അദ്ദേഹം പറയുന്ന എല്ലാം എനിക്ക് ഓക്കെയുമായിരിക്കും, അങ്ങനെയുള്ള ഒരാളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒത്തിരി ചിന്തിച്ച് പറഞ്ഞു, സാറേ, എനിക്ക് പലരെ അറിയാം, പല ക്രിസ്ത്യൻസിനെ അറിയാം, പക്ഷേ അവർ വിശ്വസ്തരാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരാളെ എനിക്കറിയാം, ഒരു കുടുംബത്തെ എനിക്കറിയാം.
എൻ്റെ ബോസായിരുന്നു. 10 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത, ഒരു പൈസയ്ക്ക് പോലും യാതൊരു കളങ്കവും വരുത്തത്തില്ല, ഒരു കോട്ടവുമില്ല, വളരെ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രായോഗിക ക്രിസ്തീയ കുടുംബമാണ് അവർ. ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹത്തോട്, ഒരു ഹിന്ദുവായ മനുഷ്യൻ അദ്ദേഹത്തോട് ഈ സാക്ഷ്യം പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം എന്നോടങ്ങ് പറ്റിച്ചേർന്നു. എന്നെ വേണം, അന്ന് മുതൽ എന്നെ വിളിക്കുകയാണ്. 6 മാസം ഞാൻ അമിറ്റിയിലോട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. 6 മാസം എന്നെ തുടർച്ചയായിട്ട് വിളിച്ച് എല്ലാ ആഴ്ചയും വിളിക്കും. സാറേ ബോസ് ചോദിക്കുന്നു നീ എന്നാ വരുന്നത്. ഞാൻ പറഞ്ഞു ബോസ് രട്ടോർ ഒരു രക്ഷയുമില്ല അങ്ങോട്ട് വരാൻ, കാരണം എനിക്ക് ഇത്ര നല്ല ജോലി, ഇത്ര നല്ല പ്രവർത്തനം ഇവിടെ നടക്കുന്നു. 6 മാസം കഴിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, 6 മാസം കഴിഞ്ഞ് രട്ടോർ എന്നെ തേടി അമിറ്റി യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വെച്ച് അല്പസമയം ഇരുന്നു, സംസാരിച്ചു. ഒരിക്കലും ഞാൻ പോകാൻ ആഗ്രഹിച്ചില്ല, കാരണം ആഫ്രിക്ക എന്നെ വിളിക്കുന്നു എന്നൊരു ചിന്ത എനിക്കില്ല. യു പിയിൽ വേണം, വടക്കേ ഇന്ത്യയിൽ വേണം, കർത്താവിൻ്റെ വചനം ഇവിടെയാണ് അറിയിക്കേണ്ടത് ആവശ്യം. 0.2 ക്രിസ്ത്യൻസ് മാത്രമുള്ളതായ ഒരു സ്റ്റേറ്റിൽ അവിടെയല്ലേ എന്നെക്കൊണ്ട് ആവശ്യം രട്ടോറെ, അതുകൊണ്ട് ഒരിക്കലും ഞാൻ വരാനാകും. അപ്പോൾ രട്ടോറ് പറഞ്ഞു, ഇല്ല സാറേ, അവിടെ ഒത്തിരി ആവശ്യമുണ്ട്. കൊച്ചു പെൺകുഞ്ഞുങ്ങൾ വഴിവിട്ട് പോകുന്നു, ഗർഭിണികളാകുന്നു, സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്നു, ആരുമില്ല, സിംഗിൾ മദർ സിസ്റ്റം അവിടെ, പിന്നെ വലിയൊരു ക്രിമിനൽ സേനയുണ്ട്, 10-50 ലക്ഷം യുവാക്കളുള്ളതായ വലിയൊരു ക്രിമിനൽ സേന. ഒരു കുഞ്ഞുങ്ങൾ പോലും അവിടെ പേടിച്ചാണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. എന്നാൽ ക്രിസ്തീയ രാജ്യമാണ്. നിങ്ങളൊക്കെ കേൾക്കുമ്പം ബിഷപ്പുണ്ട്, പാസ്റ്റർമാരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ എല്ലാ അനീതിയിൽ നിറഞ്ഞു കിടക്കുന്ന ദേശമാണ്. സാർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്ന് അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി പ്രലോഭിപ്പിച്ചു. എന്നിട്ടും ഞാൻ മനസ്സ് മാറിയില്ല. ഒടുവിൽ ഒരു മണിക്കൂർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഇനി ഷമോർ സാറേ, ഓക്കെ, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു, സാർ വരുന്നില്ലെങ്കിൽ സാരമില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ, സാറും മാടും കൂടെ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആഫ്രിക്കൻസിനെ യേശുക്രിസ്തുവിനുള്ളവരാക്കി മാറ്റാൻ സാധിക്കും. എന്നോട് അവസാനം പറഞ്ഞ ചലഞ്ച്, അതും ഒരു വിശ്വാസി അല്ലാത്ത ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം. ഞാൻ പറഞ്ഞു, രട്ടോർ എന്താ നീ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞ്. അദ്ദേഹം പിന്നെ അത് റിപ്പീറ്റ് ചെയ്തു. സാറും മാടവും കൂടെ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ രീതികളെല്ലാം ഞങ്ങൾക്കറിയാം, പ്രസംഗിക്കുന്ന രീതി അറിയാം, കടന്നു പോകുന്ന അറിയാം, നിങ്ങളുടെ സുവിശേഷ താല്പര്യം ഞങ്ങൾക്കറിയാം, അവിടെ കടന്നു വന്നാൽ വിശ്വസ്തമായിട്ട് ആ ജോലി ചെയ്യുന്നത് അറിയാം. എൻ്റെ ബോസും എൻ്റെ ബോസും ഒരു പുതിയ ക്രിസ്ത്യാനിയാണ്. നീ വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പ്രയോജനമായിരിക്കും. ആ ദേശത്ത് അനേകായിരം പേര് വിശ്വാസത്തിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാറിന് സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി. എൻ്റെ പശ്ചാത്തലവും ആൾക്കാർ നിൽക്കുന്ന പോലും ഞാനങ്ങ് മറന്നുപോയി. ഞാൻ പറഞ്ഞ രട്ടോർ, അങ്ങനെയുള്ള സന്ദർഭമാണ്. ഞാൻ ഇതുവരെയും ഓർത്തൊരു ക്രിസ്തീയ രാജ്യത്ത് നമ്മൾ പുറത്തുനിന്നൊരു ക്രിസ്ത്യൻ ചിന്ത സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഞാൻ 2 ദിവസം പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഭാര്യയെ വിളിച്ചു പറയുന്നതും. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുത്ത്, ഇന്നും അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനോട് ക്ഷമിച്ചിട്ടില്ല, കാരണം ആ ജോലി വിട്ടുപോയതിൽ. ഞങ്ങൾ പെട്ടെന്ന് 6 മാസത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കെനിയയ്ക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് കെനിയയിൽ 2007 ജൂൺ 15 ഞാൻ എത്തിച്ചേരുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാം. കെനിയയിൽ അത് പറയാൻ മണിക്കൂറുകളെടുക്കും, അതുപോലെ പ്രവർത്തന മേഖലകളായിരുന്നു. ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ബോസിനെ കണ്ടു, അവിടുത്തെ ചെയർമാനെ. ഒരു ഇൻ്റർവ്യൂ പോലുമില്ല. ഇന്ന് വരെ 2, 3, 4 പ്രാവശ്യം അദ്ദേഹം അഹമ്മദാബാദിലും ഡൽഹിയിലും വന്ന് ഇൻ്റർവ്യൂ ചെയ്താണ് ഓരോ സ്പെഷ്യൽ കേസുകളെ ചാർട്ടേഡ് അക്കൗണ്ടൻസായി അഡ്മിനിസ്ട്രേഷനായി ഒക്കെ കൊണ്ടുപോകുന്നത്. കാരണം കെനിയ വർക്ക് പെർമിറ്റിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്നെ ഒരു മിഷനറി എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം എടുക്കുന്നത്. കാരണം അവിടുത്തെ ചർച്ച് മാനേജ് ചെയ്യണം, ചാരിറ്റി NGO, ക്രിസ്ത്യൻ NGO ആണ്, അത് മാനേജ് ചെയ്യണം. അപ്പോൾ ഒരു മിഷനറി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. അവിടെ ആ ദേശത്തിന് ഗവൺമെൻറ്റിനും വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടന്നു ചെന്നു. ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം മാനേജിങ് ഡയറക്ടറെ വിളിച്ചു. മാനേജിങ് ഡയറക്ടർ അന്ന് ദുബൈയിലായിരിക്കുന്നത്. ദുബൈയിൽ അവർക്ക് ഓഫീസുണ്ട്. ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം മാനേജിങ് ഡയറക്ടർ അവിടെ വന്നു. അദ്ദേഹത്തെ വിളിച്ചു, സാർ, നമ്മളിപ്പം ഷമൂർ സാർ വന്നു, അദ്ദേഹത്തിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, എന്ത് റാങ്കാണ് കൊടുക്കേണ്ടത്, എന്ത് പോസ്റ്റാണ് കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി. എപ്പോഴത്തേക്ക് എൻ്റെ ബയോഡേറ്റകളും എൻ്റെ ആപ്ലിക്കേഷൻ ഇതെല്ലാം കണ്ടിരുന്നു അദ്ദേഹം. ഞാൻ ഇതിൽ കൂടെ അയച്ചു കൊടുത്തിരുന്ന ഇമെയിലിൽ കൂടെ. ഇതെല്ലാം കണ്ടിട്ട് ഈ മുസ്ലിം മാനേജിങ് ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹം ചെറിയ ലെവലിൽ നിന്ന് വന്നെങ്കിലും വളർന്ന് വന്നിട്ട് ഇപ്പോഴേത് ലെവലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, അമിറ്റി യൂണിവേഴ്സിറ്റി, ലോകപ്രസിദ്ധമായ അമിറ്റി ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പദവിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കതിൽ കുറച്ചൊരു പദവി കൊടുക്കാൻ ഒക്കത്തില്ല.
പോൾ സാർ, നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് തന്നെ എടുക്കാം. എൻ്റെ അണ്ടറിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്. ആൻഡ് സാറിനോടും എന്നോടും മാത്രം റിപ്പോർട്ട് ചെയ്യും, വേറെ ആരും അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇടയിൽ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഓർക്കുന്നത്. കാരണം ഈ ബുദ്ധിമുട്ടി ഈ അമിറ്റി യൂണിവേഴ്സിറ്റി ഇത്രയും പ്രശ്നങ്ങളിൽ കൂടെ വന്നിട്ടും 6 മാസം വർക്കും ചെയ്തുള്ളൂ. അവിടെ കൊണ്ടുപോയി ഈ ഒരു ലെവൽ തന്നത് കെനിയയുടെ പ്രദേശത്ത് ചെന്നിട്ട് ഈ ഒരു ഹയർ ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ്. ഞാൻ എന്തിനാ പറഞ്ഞത്, ഞാൻ എൻ്റെ പൊസിഷൻ പറയാനല്ല ഞാൻ ഈ പറയുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വലിയ അവിടുത്തെ ജനം മുഴുവൻ, കെനിയ മാത്രമല്ല അയൽവക്ക രാജ്യങ്ങൾ ടാൻസാനിയയും ഉഗാണ്ടയും എല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്, ഈ ബിസിനസ് കുടുംബം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ വലിയ പ്രസിദ്ധമായി. ഞാൻ തന്നെ അദ്ദേഹത്തെയൊക്കെ കൂടുതൽ പേര് എനിക്കങ്ങ് അറിയാൻ തുടങ്ങിയ ആൾക്കാർ. കാരണം ഏത് ചാരിറ്റിയും അലോട്ട് ചെയ്യുന്ന ഞാനാണ്. ആര് വന്നു കഴിഞ്ഞാലും ആർക്ക് ലാൻഡ് വേണം, ഏത് പള്ളി പണിയണം, എവിടെ ഇത് വേണം, എത്ര ലക്ഷം രൂപ വേണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന ഞാനാണ്. ഞാൻ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോസിന് ഒരു പ്രശ്നവുമില്ല, ചെക്കെഴുതി കൈ തരത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അന്നേരമാണ് ജനങ്ങൾ അറിയുന്നത് ഇത് വെറും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, ഒരു നോൺ ക്രിസ്ത്യൻ അല്ല, ഇത് ക്രിസ്ത്യനാണ്, അതുമല്ല ഒരു പാസ്റ്ററാണ്, ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്, ഒരു മിഷണറിയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവർ അറിയാൻ തുടങ്ങുന്നത്. മേഖലകൾ തുറക്കുകയായിരുന്നു. എവിടുന്നെല്ലാം കെനിയയുടെ നുക്ക് ആൻഡ് കോണറിൽ നിന്ന് ക്ഷണനം വരുവാൻ തുടങ്ങി. വരണം, പ്രസംഗിക്കണം. ഇന്ത്യയിൽ നിന്നൊരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചാൽ അയ്യോ ഇവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ്. കാരണം അവിടുത്തെ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളതായ ഒരു ഇമ്പ്രസീവ് ആയിരിക്കും നമ്മുടെ പ്രസംഗമെന്ന് പറയുന്നത്. കാരണം ഇന്ത്യക്കാരെ പറ്റി അവരുടെ ധാരണ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഒരൊറ്റ ക്രിസ്ത്യൻ പോലും ഇല്ലെന്ന് അവരുടെ ചിന്ത. ഇവിടെ മുഴുവൻ മറ്റ് ജാതികൾ കിടക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിൽ എൻ്റെ കാറിൽ തന്നെ ഒരു സ്റ്റിക്കർ, ജീസസ് ലവ് യു, ഒരു സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ടോക്കിംഗ് ആണ്. കാരണം പോലീസ് ഇൻസ്പെക്ടറും വന്ന് ചോദിക്കും ഇതെങ്ങനെ ഇതേ വെച്ചിരിക്കുന്നത്, കാരണം നീ ഒരു ഏഷ്യനല്ലേ, ഏഷ്യനെന്ന് നമ്മളെവിടെ വിളിക്കുന്നത്, നീ ഒരു ഏഷ്യനല്ലേ, ഇതെങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാം. ഞാൻ ജനല് തുറന്നിട്ട് ഞാൻ പറയും ഞാൻ ഒരു ക്രിസ്ത്യനുമാണ്, ക്രിസ്ത്യൻ മാത്രമേ, ഞാനൊരു പാസ്റ്ററുമാണ്, കർത്താവിൻ്റെ വചനം. അപ്പോൾ ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ നീ വന്ന് യേശുവിനെ പ്രസംഗിക്കുമോ എന്ന് ചോദിക്കും എന്നോട്. അവർക്ക് വിശ്വാസമല്ല, കാരണം നമ്മൾ യേശുവിനെയാണ് പ്രസംഗിക്കുന്നതെന്ന്. ഞാൻ തീർച്ചയായിട്ടും പ്രസംഗിക്കും. എപ്പോഴാണ് വരേണ്ടത്? വെള്ളിയാഴ്ച ഞങ്ങൾക്കൊരു ഫാമിലി പ്രെയർ ഉണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും പ്രെയർ ഉണ്ട്. അവിടെ എല്ലാ സ്കൂളുകളിലും പ്രെയർ ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ സ്കൂളുകളിലും ആദ്യത്തെ 1 മണിക്കൂർ പ്രെയറാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും, അത് ഹിന്ദുക്കളുടെ ആയിക്കൊള്ളട്ടെ, കെനിയക്കാരുടെ ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷുകാരുടെ ആയിക്കൊള്ളട്ടെ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും തിങ്കളും വെള്ളിയും 2 ദിവസം ആദ്യത്തെ 1 മണിക്കൂർ പ്രാർത്ഥനയാണ്. പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയാണ്, സെക്രട്ടേറിയറ്റിൽ പ്രാർത്ഥന. കാരണം ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് ഈ ഒരു ഹാബിറ്റ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വചനം പറയുവാനുള്ള എല്ലാ മേഖലകളും അവിടെ തുറന്നു കിട്ടി. അങ്ങനെ കടന്നുപോയി. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാമല്ലേ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് TV ന്യൂസ് കാണുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് കാണും. ഞങ്ങളെപ്പോഴും ഈ റെട്ടോർ പറയുന്ന സംഭവം അറിയാം. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നു, പെൺകുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകുന്നു, ഗർഭിണികളാകുന്നു, കൂടെ പഠിക്കുന്ന ആമ്പിള്ളേർ ചതിക്കുന്നു, സ്വന്തം ടീച്ചേഴ്സ് ചതിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന ആ ഒരു മാസത്തിനുള്ളിൽ ഒരു ന്യൂസ് സമയം ഞങ്ങൾ കേൾക്കുന്ന ഒരു സംഭവം, ആ ന്യൂസ് റീഡർ ഒരു പെൺകുട്ടി ന്യൂസ് വായിക്കുകയാണ്. കെരീച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വലിയ ടീ എസ്റ്റേറ്റ്സുകളാണ്. അകത്തുള്ളതായ ഒരു ഗവൺമെൻറ് സ്കൂളിൽ 25 പെൺകുഞ്ഞുങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസ്. ആ 25 പെൺകുഞ്ഞുങ്ങളിൽ 24 പേർ ഒരുമിച്ച് ഗർഭിണികളായി. വിവാഹം കഴിച്ചിട്ടുള്ളവരല്ല. ഒറ്റയൊരു കുട്ടിയെ അടുത്ത ആഴ്ച എക്സാം എഴുതാൻ തക്കവണ്ണം സ്കൂൾ അനുവദിച്ചുള്ളൂ. ബാക്കി 24 പേരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നു. എന്നിട്ട് ആ വായിക്കുന്ന കുട്ടി നമ്മളെ നോക്കിക്കൊണ്ട്, ന്യൂസ് വായിക്കുകയല്ല, നമ്മളെ നോക്കിക്കൊണ്ട് അവളുടെ സ്വന്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ കൺട്രിയായ കെനിയയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ആരുണ്ട് ഇവരെ പോയി ഒന്ന് മനസ്സിലാക്കാനെന്നൊരു ചോദ്യം ആ പെൺകുട്ടി ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയി. ഞങ്ങൾക്കും 2 പെൺകുഞ്ഞുങ്ങളും ഒരു മകനുമാണുള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഞങ്ങൾ മുട്ടുകുത്തി. ഞങ്ങൾ അന്നൊരു സമർപ്പണം ചെയ്യുകയാണ്. ദൈവമേ, ഞങ്ങളെ കെനിയയിലേക്ക് കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ട്, ഞങ്ങൾ കടന്നു പോകും. അന്ന് ഞാൻ എൻ്റെ ബോസിനെ പോയി കണ്ടു. ബോസിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ശമ്പളമോ പൈസയോ നീ തന്ന പൊസിഷൻസോ ഈ വീടോ ഒന്നുമല്ല എനിക്കർത്ഥം. ഈ 57ാമത്തെ വയസ്സിൽ
57 വയസ്സുണ്ട് ഞങ്ങൾ കെനിയയിൽ ചെല്ലുമ്പോൾ. ഈ 57ാമത്തെ വയസ്സിൽ എന്നെ കെനിയയിലേക്ക് വിളിച്ചുവെങ്കിൽ ദൈവത്തിന് എന്നെപ്പറ്റി വലിയൊരു പ്ലാനുണ്ട്. കാരണം ഞങ്ങളായിരുന്ന എയർഫോഴ്സിലായാലും ആ ഇംഗ്ലീഷ് കമ്പനി ആയാലും അമിറ്റി യൂണിവേഴ്സിറ്റിയിലായാലും എല്ലായിടത്തും ജോലിയോടൊപ്പം കർത്താവിൻ്റെ വചനം എൻ്റെ കോളീഗ്സിനോടും മറ്റുള്ളവരോടും പറയാൻ എല്ലാ അവസരവും ഉണ്ടായിരുന്നു. ഫാക്ടറിയിൽ വെച്ച് പോലും ഞങ്ങൾ രാവിലെ അല്പസമയം കണ്ടുപിടിച്ചാണ് ഞങ്ങളുടെ ഗതിവാന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയിട്ട് പിന്നെ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും മേഖലകളുണ്ടായിരുന്നു. ഇവിടെയും എനിക്കതിന് മേഖലയുണ്ടായിരിക്കണം. സാറ് രാത്രി 12 മണി ആയാലും ഞാൻ വന്നിട്ട് സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തോളാം, ഓഫീസ് നോക്കണം, സ്റ്റാഫ് എല്ലാം കൊണ്ട് അവർ വർക്ക് ചെയ്തോളും, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. പക്ഷെങ്കിൽ എനിക്കൊരു ഓപ്പൺ അനുവാദം തരണം. എനിക്കും എൻ്റെ വൈഫിനും ഞങ്ങൾക്ക് സുവിശേഷവുമായിട്ട് ഈ കെനിയയുടെ കോണിലേക്ക് പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് കടന്നു പോകാൻ. അയ്യോ, അത് കേട്ടതും ആ ബോസ് സ്വപ്നത്തിൽ വിചാരിച്ചില്ല എനിക്കെന്നെ താല്പര്യമുണ്ടായിരുന്നെന്ന്. അയ്യോ, 100% നീ പൊക്കോളാൻ പറഞ്ഞു. എന്ത് വേണം ഫെസിലിറ്റി എന്നാണ് എന്നോട് ചോദിച്ചത്. പിറ്റേ ദിവസം രാവിലെ ടൊയോട്ട, ഇപ്പം എനിക്ക് ആദ്യം തന്നത് നല്ലൊരു ചെറിയൊരു പാസഞ്ചർ കാറാണ്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ടൊയോട്ടയുടെ ഒരു വലിയ AC വാൻ എൻ്റെ വീടിൻ്റെ മുൻപിൽ വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ആർക്കാ? ഇല്ല, സാറിന് തരാൻ വേണ്ടി ബോസ് തന്നയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വരുത്തി, അന്ന് തന്നെ പുള്ളി അത് വരുത്തി വാങ്ങിച്ച് എനിക്ക് തരികയാണ്. എന്തിന്? മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് 5-6 പേരെ ഇരുത്തിക്കൊണ്ട് ദൂര സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോകുവാനുള്ള എല്ലാ ഫെസിലിറ്റിയും അദ്ദേഹം തന്നെ. അപ്പോൾ ദൈവം കരുതി ആരിൽ കൂടെയോ അതിനുള്ളതായ എനിക്കതിനുള്ളതായ പാങ്ങില്ല. അതുകൊണ്ട് ദൈവം തന്നെ അദ്ദേഹത്തെ അതിന് ഒരുക്കി കർത്താവിൻ്റെ വേല കടന്നു പോകാൻ 115 സ്കൂളുകളിൽ ഞങ്ങൾ കടന്നുപോയി. ഈ 10 വർഷം ഞങ്ങളവിടെ ഉണ്ടായത് 2017 വരെ. ഈ 10 വർഷത്തിൽ 115 സ്കൂളുകളിൽ കടന്നുപോയി അനേകായിരം കുഞ്ഞുങ്ങളെ, ടീച്ചർമാരെ, പ്രിൻസിപ്പൽമാരെ ഒക്കെ കർത്താവിനുള്ളവരായിട്ട് മാറ്റുവാനിടയായി. അത് സാധാരണ ഞാൻ എവിടെ പോയാലും അത് ഇതിൽ കൂടെ പവർ പോയിന്റിൽ കൂടെ ഞാൻ സാധാരണ ഈ ക്ലിപ്പിങ്സ് ഒക്കെ കാണിക്കാറുള്ളതാണ്. അപ്പോൾ അത് കണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വലിയൊരു മേഖലകൾ കർത്താവ് തുറന്നു കിട്ടി. സ്കൂളുകളിൽ മാത്രമല്ല, പോലീസ് സ്റ്റേഷൻസിലായി, ജയിലുകളിൽ. ഇപ്പം ആ പോലീസ് ഇൻസ്പെക്ടർ തന്നെ എന്നോട് പറയും, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡയറക്ടറോട് സംസാരിച്ചു, ഏറ്റവും ടോപ്പ് DGPയോട് സംസാരിച്ചു, സാർ പ്രതീക്ഷിച്ചിരിക്കുക, സാറ് വരണം, നാളെ നമുക്ക് കുറച്ച് ബൈബിളും കൊണ്ട് അവിടെ പോകണം. എല്ലാ പോലീസ് ഓഫീസേഴ്സിന് DGP മുതൽ താഴോട്ടുള്ളവർക്ക് ബൈബിൾ കൊടുക്കുവാൻ, അവരോട് വചനം പറയുവാൻ, ഓരോരുത്തർക്കും അവരുടെ റൂമിൽ ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ വലിയ മേഖലകൾ. ആർമി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി യൂണിറ്റിൽ അവരുടെ ചാപ്ലൈനുണ്ട്. അവരുടെ ചാപ്ലൈൻ അല്ലാതെ വേറെ ആരെയും അവിടെ പ്രസംഗിക്കാൻ കയറ്റാറില്ല. പുറത്തുള്ള പാസ്റ്റർമാർക്ക് ആർക്കും പോരാൻ. എന്നാൽ അവർ അറിഞ്ഞു ഞാൻ എക്സ് എയർഫോഴ്സുകാരനാണ്, ഇന്ത്യൻ എയർഫോഴ്സുകാരനാണ്. പിന്നെ ചിലർ അറിഞ്ഞു ഞാൻ പോലീസുകാരനാണ്. അപ്പോൾ മിലിറ്ററിക്ക് പ്രശ്നമില്ല, പോലീസുകാർക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഒരു പോലീസ് എന്നുള്ള ആ ഒരു ലേബലുള്ളത് കൊണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് നേരത്തെ ലഭിച്ച ദൈവം എന്നെ ആക്കി എവിടെല്ലാം വെച്ചോ അതിൻ്റെ എല്ലാം മുതലെടുത്തുകൊണ്ടാണ്. കാരണം അതൊക്കെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ തക്കവണ്ണം ആ ജോലിയും ആ സ്ഥാനങ്ങളും ഉപയുക്തമായി എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. 115 സ്കൂളുകൾ മാത്രമല്ല, ഈ മേഖലകളിലൊക്കെ. പിന്നെ ഒരുപാട് പേര് ക്രൂസൈഡ് വെച്ചിട്ട് ഞങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് ക്രൂസൈഡ് വയ്ക്കാൻ തുടങ്ങി. പശുവിൻ്റെ രക്തം കുടിക്കുന്ന കമ്മ്യൂണിറ്റി, മസായി കമ്മ്യൂണിറ്റി, അങ്ങനെ ഏതാണ്ട് 650 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്ത് അവർ മുകളിൽ നിന്നൊരു വസ്ത്രം പോലുമില്ല, പട്ടിണിപ്പാവങ്ങൾ, അവിടെയൊക്കെ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള വലിയ മേഖലകൾ കർത്താവ് തുറന്നു കിട്ടി. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു തൃപ്തി ആയിട്ടില്ല. കാരണം ഇത്രായിരം കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്നു, ഇത്രയേറെ നൂറുകണക്കിന് പോലീസുകാർ, മിലിറ്ററിക്കാർ, പ്രിസണേഴ്സ് ഒക്കെ വിശ്വാസത്തിൽ വരുന്നുണ്ട്. ഇവരെ ഒക്കെ നയിപ്പാനോ ഫോളോ അപ്പ് ചെയ്യാനോ നമ്മുടെ ആരുമില്ല. പിന്നെ അവിടെ കാണുന്ന പാസ്റ്റർമാരെ, ബിഷപ്പുമാരെ ഒക്കെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവരൊക്കെ അവരുടേതായ അറിവിൽ കൂടെ ഒക്കെ അവരെ വളർത്തുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ തൃപ്തി വരുന്നതിന് കാരണം ഈ റെട്ടോർ എന്നോട് എൻ്റെ സ്നേഹിതൻ പറഞ്ഞിരുന്നു, ഇവിടെ വലിയൊരു ക്രിമിനൽ സേനയുണ്ട്, 50 ലക്ഷത്തിൽ പരം മെമ്പേഴ്സ് ഉള്ളതായ ഒരു ക്രിമിനൽ സേനയുണ്ട്. അവരെ കൊണ്ട് ജനം പൊറുതിമുട്ടി, അവർക്ക് ജീവിപ്പാൻ പ്രയാസമാണ്, എല്ലാവരും ഭയപ്പെടുന്നു, ഗവൺമെൻറ് അവരെ മാറ്റിയെടുക്കാൻ തോറ്റു, മിലിറ്ററിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവരാണ് വലിയ അണ്ടർഗ്രൗണ്ടിൽ കിടക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മനുഷ്യനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ, സന്ധ്യയായി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്നാർ പിടിച്ചുകൊണ്ട് പോകുന്നു, കിഡ്നാപ്പ് ചെയ്യുന്നു, റാൻസം എടുക്കുന്നു, കൊടുത്തില്ല അവരോട് എതിർത്ത് കഴിഞ്ഞാൽ കൊന്നുകളയുന്നു. കൊടുക്കാനാണെങ്കിൽ പിന്നെ മൊത്തം കൊടുക്കണം. നമ്മുടെ മൊബൈൽ പൈസയുണ്ട്, അവിടെ മൊബൈൽ ബാങ്കിങ് ഉണ്ട്, എംബസ എന്ന് പറയും. അപ്പം ആ മൊബൈൽ എംബസയിൽ കൂടെ തന്നെ ആരുടെങ്കിലും പറഞ്ഞു വരുത്തി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റും, ഇവരെ കണ്ടിട്ടില്ല.
ഇവരെ കേട്ടിട്ടേ ഉള്ളൂ ഈ ഒരു പേര്, മുങ്കിക്കി മുങ്കിക്കി എന്ന് പേര് കേൾക്കും. ഇതിൻ്റെ ഹെഡ് ഒരു മൈന ജങ്ക എന്ന് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ പേരറിയാമെന്ന് ഇവരാരാ പാർട്ടി. ഇപ്പോൾ ഈ 3 വർഷം ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരവസരം തരണം, ഈ ക്രിമിനൽസ് ആരാണ്, ഇവരെ ഒന്ന് കാണണം. കാരണം എയർഫോഴ്സ് പോലീസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും പട്ടാളത്തിലിരുന്നത് കൊണ്ടും ആരെയും നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നു, ജീവനെ ഭയമില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് 3 വർഷം കഴിഞ്ഞു. ഞാൻ 57 നിന്ന് 60 വയസ്സ് കംപ്ലീറ്റ് ആയി. 60 വയസ്സ് കംപ്ലീറ്റ് ആയ ഒരു ദിവസമാണ് 2010 സെപ്റ്റംബർ 29 ഒരു 3:30 മണിയായപ്പോൾ, ഞാൻ അന്ന് കുറച്ച് ലേറ്റായി ഓഫീസിൽ. 3:30 മണിയായപ്പോൾ ഞാൻ ഓഫീസ് അടച്ചിട്ട് ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. പോകുവാനായിട്ട് ഡോറ് പൂട്ടിക്കൊണ്ടിരിക്കും, എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു. ഞാൻ ആ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഐ വാണ്ടഡ് ടു സീ യു, നിന്നെ അത്യാവശ്യമായിട്ടിരിക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരാ സംസാരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. അവർക്ക് ഏത് സ്ഥലത്തും ചർച്ച് പണിയാനോ പാസ്റ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കും, ഞാനത് അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നെ വിളിക്കുന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അപ്പം പറഞ്ഞു ഞാൻ മൈന ജങ്ക എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് മൈന ജങ്ക എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി ഒന്നും. ഞാൻ പറഞ്ഞു മൈന ജങ്ക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രിമിനൽ ഫോഴ്സ്, മുങ്കിക്കി ഫോഴ്സിൻ്റെ ഹെഡാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനപ്പം തമാശയായിട്ട് ഇത് പറയുന്നത്, ഒരുപക്ഷെങ്കിൽ നീ ആ മൈന ജങ്ക അല്ലല്ലോ, അതോ ആ പേരുള്ള വേറെ ആരെങ്കിലും ആണോ നീ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നെ ആദ്യം പ്രൈസ്തലോട് പാസ്റ്റർ എന്ന് പറഞ്ഞാണ് എന്നെ സംബോധന ചെയ്താണ് എന്നോട് സംസാരിക്കുന്നത്. വളരെ വളരെ താഴ്മയോടെ അദ്ദേഹം സംസാരിക്കുന്നതും. അപ്പോൾ ഞാനിത് തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം സീരിയസ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ ഫോർച്ചുനേറ്റ്ലി, നല്ല ഇംഗ്ലീഷിലുമാണ്, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ദ സെയിം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ പാസ്റ്റർ പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ, മൈന ജങ്ക, ക്രിമിനൽ ഫോഴ്സിൻ്റെ ഹെഡാണ്. ഞാനയ്യോ സത്യം പറഞ്ഞാൽ എൻ്റെ രോമം എഴുന്നു. കാരണം 3 വർഷമായിട്ട് കാത്തിരിക്കുക ഈ ഒരു മനുഷ്യനെയോ ഇവൻ്റെ ഈ കൂട്ടരെയോ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം, അവരോടൊന്ന് സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹം, ആ വലിയൊരു വാഞ്ച ഉള്ളിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഷോക്കൊന്നും ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ എന്താ ആവശ്യം? മോനെ എൻ്റെ വായിൽ നിന്ന് വന്ന് ടെൽ മീ മൈ സൺ എന്ന്. എങ്ങനെ അത് വന്നത്? പരിശുദ്ധാത്മാവ് അത് കൊണ്ടുവന്ന് തന്നതായിരിക്കും പെട്ടെന്ന്. അല്ലെങ്കിൽ അങ്ങനൊരു ക്രിമിനൽ ലീഡറെ എനിക്ക് മോനെന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മോനെ യെസ് മൈ സൺ, എന്താ വാട്ട് ഈസ് ദ നീഡ്, എന്താ ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അത്യാവശ്യ ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ എൻ്റെ വീട്ടിലോട്ട്. ഞാൻ നീ എവിടെ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞ സ്ഥലം ഒരു 50 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇപ്പം 3:30 ആയുള്ളല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പം വന്നാൽ. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താ? അപ്പം പറഞ്ഞു, ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ 2 വർഷം ഞാൻ ജയിലിലായിരുന്നു, എന്തോ കേസിന് ഇവർ പിടിച്ചു, എന്നെ അകത്തിട്ടിരുന്നു. പക്ഷേ ഞാനവിടെ VIP ആയിരുന്നു, എനിക്കൊരു പണിയൊന്നുമില്ല, എന്നെ എല്ലാവരും പേടി സ്വപ്നമായിട്ടാണ് എന്നെ അവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പാസ്റ്ററെ, ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് ആ ജയിലിലേക്ക് വന്നു. ആ സ്ത്രീയെ ആ ജയിലുകാർ കയറ്റിവിട്ടില്ല. ഇല്ലില്ല, മൈന ജങ്ക കാണാൻ ആരെയും അനുവദിക്കത്തില്ല. അത് വലിയ പ്രസിഡൻറ്റോ മന്ത്രിമാരൊക്കെ വരുന്ന അദ്ദേഹത്തിനെ കാണാൻ. ഞങ്ങളെ ഇവരെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ ആ ഗേറ്റിൻ്റെ വാതിക്കൽ അടങ്ങിയിരുന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് രാത്രി ആയാലും നാളെ ആയാലും ഞാൻ ഈ സ്ഥലത്തുനിന്ന് പോകത്തില്ല, മൈന ജങ്കയെ 5 മിനിറ്റ് എനിക്ക് കണ്ടാൽ മതി. എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു, ഒരു ബൈബിൾ കൊണ്ട് ഈ മൈന ജങ്കയ്ക്ക് കൊടുക്കണം, ഈ മൈന ജങ്കയ്ക്ക് ഒരു ബൈബിൾ കൊടുക്കണം, അവന് വേണ്ടി 2 വാക്ക് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്നെ ദൈവം അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെ വിളിച്ച് ചോദിച്ചാലും എവിടെ നിന്നെങ്കിലും വിളിച്ച് പെർമിഷൻ എടുത്തോ, പക്ഷേങ്കിൽ ഞാൻ അവരെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ സ്ത്രീ നിർബന്ധം പിടിച്ചിട്ട് അവിടെ താഴെ അങ്ങിരുന്നു. പോലീസുകാരും അങ്ങ് ഇതായിപ്പോയി, ജയിൽ വാർഡൻസും ജയിൽ എൻട്രിയിലുള്ളവർ. ഇവരൊടുവിൽ പിന്നെ ആരെയൊക്കെ വിളിച്ചു, ഹെഡിനെ വിളിച്ചു, മന്ത്രിയെ വിളിച്ചു. ഒടുവിൽ ഒരു പാസ്റ്ററില്ലു, ആ സ്ത്രീ ഒരു പാസ്റ്റർ, ആക്ച്വലി അവിടെ വുമൻ പാസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനാണ്, ഞാനൊരു പാസ്റ്ററാണ്, ഈ വചനം അദ്ദേഹത്തെ ഏൽപ്പിക്കണം, അതുമാത്രം, എനിക്ക് അദ്ദേഹവുമായിട്ട് വേറൊരു ബന്ധവുമില്ല, എനിക്കൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ എന്ന്. ഇതൊന്ന് കണ്ടു പറയണം. ഈ സ്ത്രീ ചെന്നു. ഒടുവിൽ ഇവർ സന്ധ്യ ഒരു 6 മണി ആയപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് അനുവദിച്ചു. കാരണം ഇവർ പോകത്തില്ല എന്ന് കണ്ട് നിർബന്ധം പിടിച്ചതുകൊണ്ട് ഇവരെ അനുവദിച്ചു. ഇവർ അങ്ങോട്ട് ചെന്നു, മൈനയോടൊപ്പം പറഞ്ഞു, ഒരു പാസ്റ്റർ, ഒരു സ്ത്രീ നിന്നെ കാണാൻ വരുന്നുണ്ട്.
ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ പാസ്റ്റർ എന്നൊക്കെ ഇയാൾ ആദ്യം പറഞ്ഞതാണ് ഇവന്. പക്ഷേ ഇവൻ അങ്ങോട്ട് ചെന്നു ഈ ജയിലിൻ്റെ അഴികൾക്കുള്ളിൽ കൂടെ ഈ ബൈബിള് അങ്ങോട്ട് വെച്ചു കൊടുത്തു, തറയിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ വേണ്ട, ഐ ഹേറ്റ് ബൈബിൾ, ഐ ഹേറ്റ് ജീസസ്. എനിക്ക് യേശുവിനെയോ എനിക്ക് ബൈബിളോ എനിക്ക് ആവശ്യമില്ല. യേശു പാലസ്തീൻ, അവൻ ഏഷ്യനാണ്, ഏഷ്യൻസിനെ ഞാൻ വെറുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. കാരണം ഏഷ്യക്കാർ ഇവിടെ വന്ന് ഞങ്ങളുടെ ദേശത്തെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. അവരുടെ എല്ലാ ബിസിനസ്സുകാരും ഈ ദേശം മുഴുവൻ പണവും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഒരുപാട് ഗുജറാത്തി കമ്മ്യൂണിറ്റി ഒത്തിരി ഉണ്ട് അവിടെ. പട്ടേൽസ് ആൻഡ് ഷാസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അവരാണ് ബിസിനസ്സുകാരും വലിയ വലിയ ബിൽഡേഴ്സും ഒക്കെ അവരാണ്. അപ്പോൾ ഈ നിലയിൽ ഇവർ ഉള്ളപ്പോൾ ഇവർ നശിപ്പിച്ചുകൊണ്ട് എനിക്കൊരു പലസ്തീനെയും കാണണ്ട, എനിക്ക് യേശുവിനെയും വേണ്ട, എനിക്ക് ബൈബിളും വേണ്ട എന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞു, നിനക്ക് ആരെ വേണ്ടെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് പറയരുത്. ഈ ബൈബിൾ ഞാനിവിടെ വെക്കുക, നീ വായിച്ചാലും അവൻ പറഞ്ഞു ഞാൻ തൊഴിച്ചത് കളയുമെന്ന് പറഞ്ഞു പുറത്ത്. അവൻ പറഞ്ഞു ഞാൻ തൊഴിച്ച് കളഞ്ഞെങ്കിൽ കളഞ്ഞു, ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഈ ബൈബിൾ ഞാനിവിടെ വെക്കുക. മൈന, ഒരു കാര്യം മാത്രം നിന്നോട് പറയട്ട് പോകുന്നതിന് മുൻപ്, നിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരിക്കും എന്നൊരു വാക്ക് ഇവൾ പറഞ്ഞു. ഈ സ്ത്രീ പോകുന്നതിന് മുമ്പ്, നിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ദ ബിഗിനിങ് ഓഫ് യുവർ ബ്ലെസ്സിങ് ആൻഡ് യുവർ കേഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. സോ വെദർ യു ടേക്ക് ഇറ്റ് ഓർ നോട്ട്, ഐ ഹാവ് നോ പ്രോബ്ലം. നീ എടുത്തോ എടുത്തില്ലയോ എനിക്ക് വിഷയമല്ല. എന്നോട് ദൈവം ഇൻസ്ട്രക്റ്റ് ചെയ്തു, എന്നോട് പറഞ്ഞു, ഞാൻ കടന്നു വന്നിരിക്കുന്നു, ഞാനിവിടെ വെച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് നീ വെച്ചോണ്ട്. ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കുക. നീ കേട്ടാലും കണ്ണടച്ചാലും സാരമില്ല, ഇല്ലേലും സാരമില്ല. അവർ പെട്ടെന്ന് കൈ അങ്ങോട്ടും ഉയരത്തിലേക്ക് പൊക്കി നിന്നുകൊണ്ട്, ദൈവമേ മൈനജങ്കയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം, അവന് ഈ ബൈബിൾ വായിക്കാൻ ദൈവമേ നീ അനുവദിക്കണം, അവനോട് അവൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണം. ഇന്ന് 2-3 വാക്യം ജനറലായിട്ട് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ സ്ത്രീ പോവുകയും ചെയ്തു. ഈ മൈനാജങ്ക ഈ രാത്രി മുഴുവൻ ഈ ബൈബിള് നോക്കിക്കൊണ്ട് നിന്നു, എടുത്തില്ല. ഇവനെ ഉറങ്ങും, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ബൈബിൾ അവിടെ ഇരിക്കുകയാണ്. 2-3 പ്രാവശ്യം തട്ടിക്കളയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴും പെട്ടെന്ന് അവൻ ഓർക്കും, ഇവിടെ എൻ്റെ ശാപവും ഇവിടുന്നാണ് തുടങ്ങുന്നത്, അനുഗ്രഹവും ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഇരുന്നിരുന്ന് വെളുപ്പാങ്കാലം വരെ ആ ബൈബിൾ അവിടെ ഇരുന്നു. വെളുപ്പായപ്പോൾ ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചെറുതായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ഇവനോട് പറഞ്ഞു, അത് നീ ഒന്ന് നോക്കുന്നതിന് എന്തോ പ്രശ്നം, എന്തോ ബൈബിളിനകത്ത് എഴുതിയേക്കൊന്നും നോക്കല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ ബൈബിൾ രാവിലെ ഒരു 5 മണിയായപ്പം വെളുപ്പിന് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്, ഇതൊരു വെറും പുസ്തകമല്ല ഉള്ളൂ, ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ, എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യനെ വെറുക്കുന്നത്, എന്തുകൊണ്ട് യേശുവിനെ വെറുക്കുന്നു എന്നവൻ തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് തുറന്ന് ആദ്യത്തെ പുസ്തകം 31:1 അങ്ങോട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതങ്ങോട്ട് വായിക്കും തോറും, ഓരോ വാക്ക് ഇദ്ദേഹം വായിക്കും തോറും ഇദ്ദേഹത്തിൻ്റെ താല്പര്യം അങ്ങ് കൂടുക ബൈബിളിനെ പറ്റി. വായിച്ച് ബ്രേക്ക്ഫാസ്റ്റുകാർ കൊണ്ടുവന്ന് കൊട്ടി വിളിക്കുമ്പോൾ ഇദ്ദേഹം അറിയുന്ന ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് മണിക്കൂറുകൾ. ഒടുവിൽ എന്നെ ഈ ഫോണിൽ വിളിക്കുമ്പോൾ മൈനജങ്ക പറയുന്നത്, പാസ്റ്ററെ ഞാൻ ആ ബൈബിൾ ആ ജയിലിൽ 2 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയെ അവർ കൊന്നു പുറത്ത്. സ്വന്തം ഭാര്യയെ സെക്യൂരിറ്റിക്കാർ സഹിതം 3-4 പേരെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ആ ഭാര്യയുടെ ശരീരം ഇപ്പോഴും മോർച്ചറിയിലിരിക്കുക. 1.5 വർഷം കഴിഞ്ഞു മോർച്ചറിയിലിരിക്കുക. ഞാൻ പുറത്ത് വന്നിട്ട് അടക്കാനിരിക്കുക. ഞാൻ വളരെ ദുഃഖത്തിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഈ ബൈബിൾ എനിക്ക് വലിയ ആശ്വാസം നൽകി. ഞാൻ 7 പ്രാവശ്യം, എനിക്കൊന്നുമില്ല അവിടെ ചെയ്യാൻ, രാവും പകലും ഫ്രീ ഇരിക്കുക, ഞാനിത് വായിച്ചുകൊണ്ടിരുന്നു. 7 പ്രാവശ്യം പാസ്റ്ററെ ഞാൻ ഈ ബൈബിൾ വായിച്ചു തീർത്തു. ഇപ്പോൾ എനിക്ക് യേശുവിനെ സ്നേഹമാണ്, ക്രിസ്ത്യൻസിനോട് എനിക്ക് സ്നേഹമാണ്, പലസ്തീനോട് എനിക്ക് സ്നേഹമാണ്. ഇപ്പോൾ എനിക്ക് ഒരു വിദ്വേഷവും ഈ യഹൂദന്മാരോടോ ഇവരോടോ ഒന്നുമില്ല. എനിക്ക് വലിയ സന്തോഷം. ഞാൻ 2 മാസം മുമ്പ് ഞാൻ പുറത്ത് വന്ന് ജയിലിൽ നിന്ന്. ആ ഇറങ്ങിയ സമയം മുതൽ എനിക്ക് വലിയ ആഗ്രഹം എൻ്റെ ജനത്തെ മാറ്റണം. ഞാൻ ക്രിമിനലിലേക്ക് നയിച്ച ലക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാം ഉപജീവന മാർഗമായിട്ട് ക്രൈം ചെയ്യുന്നു. അവരെ ഒന്ന് മാറ്റണം, സുവിശേഷം പറയണം. ആര് പറയും? എനിക്കറിയത്തില്ല. ഞാൻ അനേകരെ വിളിച്ചു. പാസ്റ്റർമാർ, ഞാൻ അറിയുന്ന പാസ്റ്റർമാർ, പേരുകേട്ട ബിഷപ്പന്മാരെ ഒക്കെ കെനിയയിലെ വിളിച്ചു. എൻ്റെ പേര് കേൾക്കുമ്പോൾ, മൈനാന്ന് പേര് കേൾക്കുമ്പം ഫോൺ കട്ട് ചെയ്യും. കാരണം ഞങ്ങൾ ചതിക്കുന്നവരാണ്. ഞങ്ങളെ ഒരിക്കലും അവർ വിശ്വസിക്കത്തില്ല. ഞങ്ങളിവരെ യഥാർത്ഥമായിട്ട് വിളിക്കുകയാണെന്നുള്ള ചിന്തയിലാണ്, ഇവരെ കൊല്ലാൻ വിളിക്കുകയാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പാസ്റ്ററെ എല്ലാം 2 മാസം മുഴുവൻ പരിശ്രമിച്ചു. ഒരൊറ്റ മനുഷ്യർ എൻ്റെ അടുക്കിലേക്ക് വന്നില്ല. എൻ്റെ ഭാര്യയെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുഴിച്ചിട്ടു. ദുഃഖത്തിൻ്റെ അവസരങ്ങളായിരുന്നു. വലിയ മനസ്താപം ഇദ്ദേഹത്തിനുണ്ടായി, പശ്ചാത്താപം ഉണ്ടായി. എൻ്റെ ജനത്തോട് സുവിശേഷം അറിയിക്കണം. ആര് വരും?
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനും വന്നില്ല. ഇന്നലെ ഒരു പെൺകുട്ടി വന്നു. ചെയർമാൻ, അവനെ ചെയർമാൻ എന്നാണ് വിളിക്കുന്ന അവർ, ആ സമൂഹം. ചെയർമാൻ, ആരെയും കിട്ടിയില്ലേ പാസ്റ്റർമാരെ? ഇല്ല. പക്ഷേ ഞാനൊരാളുടെ പേര് പറയാം. എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ആ പെൺകുട്ടി ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം നോക്കുമ്പം ഡോക്ടർ KM സാമുവൽ, മിഷണറി ഇവാഞ്ചലിസ്റ്റ്, എന്നിട്ട് ഹോപ്പ് ഇൻ്റർനാഷണൽ, ഇതെല്ലാം എൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇദ്ദേഹം ചോദിച്ചു, ഇതേ ആരാ ഇത്? അപ്പോൾ ഇതൊരു ഇന്ത്യക്കാരനോ? അയ്യോ, ഇന്ത്യക്കാരനോ? ഇന്ത്യയിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് വല്ല നന്മയും വരുമോ? കാരണം ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യൻ ആരും ഇല്ലല്ലോ, എല്ലാം ഹിന്ദുക്കളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു, അയ്യോ അല്ല പാസ്റ്ററെ, അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ, ഒരു മിഷണറിയാണ്. ഇദ്ദേഹം ഒരു മാസം മുൻപ് ഇവിടുന്ന് കുറേ ദൂരത്തിലൊരു ഗ്രാമത്തിൽ പ്രസംഗിച്ചു. ചെയർമാൻ, നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഒരു പടം കാണിച്ചാൽ പ്രസംഗിച്ചത്. ഞാൻ തമ്പിയുടെ ഹൃദയം, മാൻസ് ഹാർട്ട് എന്നുള്ള പ്രേമലാൽക്ക ഹൃദയം എന്ന് ഹിന്ദിയിൽ പറയും. ആ ചാർട്ട് കാണിച്ച എല്ലായിടത്തും ഞാൻ പ്രസംഗിക്കുന്നു സുവിശേഷം ആദ്യത്തെ സമയം. അപ്പോൾ ഇദ്ദേഹം ഒരു ചാർട്ട് കാണിച്ച് ആ വില്ലേജിൽ പ്രസംഗിച്ചു. ചെയർമാൻ, ഞാനായിരുന്നു ഗോസ്പൽ സിംഗർ. അവൾ ആക്ച്വലി ഇവനോട് കൂടി ഉള്ള സംഘത്തിലുള്ള മെമ്പറാണ് ആ പെൺകുട്ടി. പക്ഷേ അവൾ ഗോസ്പൽ സിംഗറുമാണ്, അഭിനയിച്ച് നടക്കുക, അവൾ ക്രിസ്ത്യനാണെന്നും. അപ്പോൾ അവൾ ഈ ഗോസ്പൽ അന്ന് അവിടെ പാടിയതാണ്, നല്ല പാട്ടും പാടും അവൾ. ആ പാട്ട് പാടി എന്നെ പരിചയപ്പെട്ടു, എന്നോട് കാർഡ് ചോദിച്ചു, ഞാൻ കാർഡും കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരാഹ്വാനം കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈ ചെയർമാനോട് പറയുകയാണ്, ചെയർമാൻ, ഈ മനുഷ്യൻ പ്രസംഗിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് 90 പേർ അന്ന് രക്ഷിക്കപ്പെട്ടു. അയ്യോ, കയ്യും പൊക്കി 90 പേർ ഈ മനുഷ്യന് ചുറ്റും കൂടി നിന്ന് അവരുടെ സ്നേഹവും ആദരവും ഒന്ന് കാണുമായിരുന്നു ഈ മനുഷ്യനോട്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ട് ഇത്രയും പേർ ഒന്നിച്ച് രക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് ആ 90 പേരെ അവിടെ കണ്ട ഒരു ബിഷപ്പ്, ഒരു കൊച്ചു ബിഷപ്പ്, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിനെ അങ്ങ് ഏൽപ്പിച്ചു. ഇദ്ദേഹം യാത്ര ചെയ്ത് അങ്ങ് തിരിച്ചും പോയി. ഈ മനുഷ്യനെ വിളിച്ചു, ധൈര്യമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം പറയുന്ന വഴി ഏതാണ്ട് കേട്ടു ഞാൻ ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിരുന്നെന്ന്. അങ്ങനെയാണ് എന്നെ മൈനജങ്ക വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, മൈനജങ്ക എന്നെ വിളിച്ചു. ഞാൻ ഈ ചരിത്രമെല്ലാം പറഞ്ഞു. എന്നോട് ഇവൻ ഈ ചരിത്രമെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൈന സാരമില്ല, ഞാൻ വരാം, ഞാനിപ്പോൾ വരിക എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ടൊരു ബിഷപ്പുണ്ട് അവിടെ, ബിഷപ്പിനെ വിളിച്ച് ഞാൻ, ജോൺസൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്. അയ്യോ, അവൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ പോകരുത്, അയ്യോ അവൻ കുന്നുകളെയും ഭയങ്കര ചതിയനാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ പോകാൻ നമുക്കൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല ജോൺസൺ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചെല്ലാമെന്ന്, ഒരു പ്രശ്നമാണ്, നമ്മൾ ചാന്നെങ്കിൽ ചതു, നിനക്ക് പേടിയുണ്ടോ? നീ വരണ്ട, ഞാൻ തന്നെ പൊക്കളാം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, അവനെ ഞാൻ ആഹാരം കഴിക്കാൻ വരുന്നില്ല, നീ ആഹാരം കഴിച്ചു. എന്നെ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരുന്നല്ലേ, 3 വർഷമായിട്ട് നമ്മൾ കാത്തിരുന്നതല്ലേ. അദ്ദേഹം എന്നെ ഇന്ന് വിളിച്ചു. നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്ക് നമ്പറില്ല, അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ രത്നച്ചുരുക്കമായിട്ട് പറയട്ടെ, ഓമനെ ആദ്യം ഭയപ്പെട്ടു. അയ്യോ അച്ഛാ, തന്നെ പോകണ്ട, നമുക്ക് പിന്നെ നമുക്ക് പോകാം, ആരെങ്കിലും വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, സാരമില്ല, ഞാൻ പോയിട്ട് വരാം, എന്തെങ്കിലും വന്നെങ്കിൽ വന്നോട്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസ് പൂട്ടി താഴേക്ക് ഇറങ്ങി വന്നു. കാറിലിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പം മൈനാജങ്കയുടെ ഫോൺ വീണ്ടും വന്നു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ആർ യു കമ്മിങ്, നീ വരികയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരിക, ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ കാറൊന്ന് ഓഫ് ചെയ്തേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് നീ തീരുമാനം എടുത്താൽ മതി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്റർ ഇങ്ങോട്ട് വരുന്നത് നീ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് വരണം. ഞങ്ങളിവിടുത്തെ വലിയൊരു ക്രിമിനൽ സേനയാണ്. എനിക്ക് ഏതാണ്ട് 5 മില്യൺ ഫോളോവേഴ്സ് എനിക്കുണ്ട്. ഇവരുടെ മധ്യത്തിൽ ഇവരോട് സുവിശേഷം പറയാനാണ്. അപ്പോൾ കെനിയായുടെ മുക്കിനും മൂലയ്ക്കും കടന്നു ചെന്ന് എൻ്റെ 50 ലക്ഷം യുവാക്കളെ യേശുക്രിസ്തുവിനുള്ളവരാക്കി മാറ്റണം. അതാണ് എൻ്റെ ഹൃദയവാഞ്ച. അതിനാണ് ഞാൻ നിന്നെ ക്ഷണിക്കുന്നത്. നിനക്ക് ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ നീ വരണ്ട. ആർ യു ബോൾഡ്, ഇംഗ്ലീഷിൽ എന്നോട് ചോദിച്ചു, ആർ യു ബോൾഡ് ഇനഫ് ടു കം വിത്ത് മീ ടു നുക്ക് ആൻഡ് കോർണർ ഓഫ് കെനിയ ടു ചേഞ്ച് മൈ പീപ്പിൾ. സത്യം പറഞ്ഞാൽ കാറ ഇരുന്ന് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു പോയി. കരയാതിരിക്കാൻ പറ്റുമോ? അത് പൊട്ടിക്കരഞ്ഞു പോയി. എന്തുവാ, പാണ്ടനാട്ടിൽ ജനിച്ചു വന്ന് പമ്പയാറ്റിലെ വെള്ളം കുടിച്ച് വയറ് നിറച്ചിട്ടുണ്ട് കുഞ്ഞിൽ, ആഹാരം പോലും ഇല്ലാതെ. അങ്ങനെ പട്ടിണിയിൽ നിന്ന് ജനിച്ചു വളർന്ന് ഒന്നുമില്ലാതെ 10ാം ക്ലാസ് പാസ്സായി പുറത്തു വന്നതാണ്. ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു, ആരെന്നോട് സംസാരിക്കുന്നു? കെനിയ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത സ്ഥാനമാണ് ഈ മനുഷ്യനുള്ളത്. പ്രസിഡന്റ് പോലും അവനെ ആദരിക്കുന്നതാണ്. അത്ര ഭയാനകമായ ഒരു മനുഷ്യൻ. ഇവനാണ് എന്നെ ക്ഷണിക്കുന്നത്, കടന്നു വാ, നിനക്ക് ധൈര്യമുണ്ടോ എൻ്റെ കൂടെ വന്നിട്ട് സുവിശേഷം അറിയിക്കാൻ? നമ്മളവർ ടേക്കപ്പ് ചെയ്ത്, ചലഞ്ച് ടേക്കപ്പ് ചെയ്തു. ഞാൻ വരികയാണ്.
ഞാൻ ആഹാരം കഴിച്ചിട്ട് വരാനായിരുന്നു. അപ്പം പറഞ്ഞില്ല, ഇല്ല പാസ്റ്റർ, ആഹാരത്തിനെ പറ്റി ഒന്നും പറയണ്ട, നിനക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഓൾറെഡി തുടങ്ങി അവർ ആഹാരം ഉണ്ടാക്കാൻ, ഇവിടെ നീ വന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ ബിഷപ്പും കൂടെ കടന്നുപോയി പ്രിയമുള്ളവരെ. രത്നച്ചുരുക്കം പറയട്ടെ, സത്യം പറഞ്ഞാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 5000-ൽ പരം ക്രിമിനൽ ലീഡേഴ്സ് രക്ഷിക്കപ്പെടുവാനിടയായി. 2010 ഓഗസ്റ്റ് 29 മുതൽ 3 ആഴ്ച കൊണ്ട്. ആദ്യത്തെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് അവൻ എന്നെ നിർബന്ധിച്ചത്, കാരണം അവൻ്റെ വീട്ടിൽ 100 പേരുണ്ട്. 100 പേര് പല സ്ഥലങ്ങളിൽ നിന്ന് തലേ രാത്രിയും കൊല ചെയ്ത് കൊള്ള ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന കിട്ടിയ എമൗണ്ടിൻ്റെ ഷെയർ കൊടുക്കാൻ തക്കവണ്ണം 100 പേര് ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഭവനം എന്ന് പറയുന്നത് ഏതാണ്ട് 35 കിലോമീറ്റർ മെയിൻ റോഡിൽ കൂടെ പോയിട്ട് 15 കിലോമീറ്റർ കുറ്റിക്കാട്ടിൽ കൂടെ വേണം ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം നമ്മുടെ വീരപ്പനൊക്കെ കാട്ടിൽ ഒളിച്ച് താമസിക്കുന്ന പോലെ ഈ കാട്ടിനുള്ളിലാണ്, കുറ്റിക്കാടുകളാണ്. അതിനകത്ത് 100 ഏക്കർ ഫാം ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കി കൃഷിയും ചെയ്ത്, മെയ്സ് കൃഷി എല്ലാം ചെയ്ത് വലിയ കോടികളുടെ ഒരു ഭവനമാണ് അവൻ്റെ വീട്ടിലുള്ളത്. പിന്നെ ഞാൻ അറിയുന്ന ഇവൻ ഇങ്ങനത്തെ 40 ഭവനങ്ങൾ 40 ഏരിയകളിൽ ഇതുപോലെ ഭൂമിയും വെച്ചുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർ, ഇവൻ്റെ ചേലകൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഇവരാണ് ഇവരെല്ലാം നോക്കുന്നത്, വളർത്തുന്നത്. ഇവിടേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നിന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഈ 100 പേരും ഇപ്പം ഇവിടെ ഉണ്ട്. 2 ക്യാമ്പിലായിട്ട് 2 ഇടങ്ങളായിട്ട് 50 പേരുണ്ട്. ഈ 100 പേര് ഇന്ന് വൈകിട്ട് സന്ധ്യ ആയിക്കഴിഞ്ഞ് ഇരുട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം തിരിച്ച് അവരവരുടെ ഏരിയകളിലേക്ക് പോകും. കാരണം പോലീസൊന്നും പിടികൊടുക്കാതെ ഇവർ പോകാനായിട്ടാണ്. അപ്പോൾ ഇവരെല്ലാം ഡ്രഗും അടിച്ച് തലമുടിയും വളർത്തി വെട്ടുകത്തിയും കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വക്കത്തിയുണ്ട് ഇവർക്ക്, കാരണം ചോദിച്ചു കൊടുത്തില്ല തലവെട്ടിക്കളയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. അങ്ങനെ ഇവരെല്ലാം ഇവിടെ ഉണ്ട്. ഈ 100 പേരോട് സുവിശേഷം പറയാം. അപ്പോൾ ഇവൻ ആക്ച്വലി എന്നെ ഒന്ന് ട്രൈ ചെയ്യാനാണ്, ഈ കൊച്ചു ഗ്രൂപ്പിനെ വെച്ചിട്ട് ഞാൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നു, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു, ഭയങ്കര സ്വാഗതം തന്നു. ഞാൻ കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് ഞാൻ തമ്പിയുടെ ഹൃദയത്തിൻ്റെ ചാർട്ടും എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഈ ട്രാക്റ്റ് ഇത് എന്നോട് ചോദിച്ചത് എന്താ, ഞാൻ പറഞ്ഞത് ബൈബിൾ സ്റ്റോറീസ് എഴുതിയേക്കുന്ന ട്രാക്റ്റാണ് മറ്റുള്ളവർക്ക്. ഇത് വാട്ട് യു ഹാവ് ടു ഡു വിത്ത് ദിസ്, ഇത് നീ എന്തിനാ വെച്ചേക്കുന്നത്, എനിക്കുള്ളതാ. എന്നെ പിടിച്ചു വാങ്ങിച്ച് പുള്ളിയുടെ കയ്യിൽ പിടിച്ചു പുള്ളി. അത് അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി. ഞാൻ തമ്പിയുടെ ഹൃദയം എടുത്തിട്ട് ഞാൻ മൈനയോട് പറഞ്ഞു, മൈന, ഞാൻ ഇംഗ്ലീഷിൽ പറയും, നീ അത് കിക്കുയു ഭാഷ അവരുടെ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്റർ ഇംഗ്ലീഷ് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, അവർക്കെല്ലാം ഇംഗ്ലീഷ് മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലല്ല, അത് നീ കിക്കുയെ തന്നെ പറയണം. ആ ഹൃദ്യമായിട്ട് അവർക്ക് ആ വേർഡ് മനസ്സിലാകണം. നിനക്ക് മനസ്സിലാകുമല്ലോ ഇംഗ്ലീഷ് ശരിക്ക്. അയ്യോ, അവൻ നല്ല ക്വാളിഫൈഡാ, മനസ്സിലാകും. ഞാൻ പറഞ്ഞത് നീ തന്നെ പറയണം. അവനെക്കൊണ്ട് ഞാൻ തർജ്ജമ ചെയ്യിച്ചു. എന്താ എൻ്റെ ഉദ്ദേശം? കാരണം ഞാൻ പറയുമ്പോൾ ഇവൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ 50 ലക്ഷം ജനങ്ങളുടെ മേലെ ഇവൻ്റെ ശ്രദ്ധ. ഇവൻ വലിയ ചെയർമാനാണ് അതിൻ്റെ. അപ്പോൾ ഇവൻ ഈ മോശയുടെ കാര്യം പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇവനുണ്ട് ചെയ്യാൻ. ഞാൻ ആ ഒരു അരമണിക്കൂർ പ്രസംഗിക്കുന്നത്, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഓരോ വാക്കും ഇവൻ മനസ്സിലാകണം. ഇവൻ മനസ്സിലാകുമ്പോഴേ ഇവന് കിക്കുയിൽ തർജ്ജമ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഈ വചനം ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവനെ എൻ്റെ ട്രാൻസ്ലേറ്റർ ആക്കിയത്. പ്രിയമുള്ളവരെ, ആ കണ്ണ് കുരുടാകുന്ന അകത്തെ ഒരു കണ്ണ് ഈ ചാട്ടിനകത്തുണ്ടല്ലോ, അകത്തെ കണ്ണ് കുരുടാകുന്നത് മൂലമാണ് ഇവന് ഈ മൃഗങ്ങളെല്ലാം ഇതിനകത്തുള്ളതും ഇവൻ വെളിച്ചം കാണാതെ കിടക്കുന്നതും വെളിച്ചത്തെ അകത്തേക്ക് വരാൻ അനുവദിക്കാത്തത് ഈ മനുഷ്യൻ, ഈ രാജുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കണ്ണിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു കണ്ടില്ലേ, ഇവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഇത് സാത്താൻ കുരുടാക്കി കളഞ്ഞു. ഇത് പറഞ്ഞതും എന്നോട് പറയുന്നത് മൈന പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത്, ഞാൻ ഇതൊന്ന് വിശദീകരിക്കട്ടെ. എന്നിട്ട് ഇവൻ അവൻ്റെ ഭാഷയിൽ ഈ ജനത്തോട് വിശദീകരിക്കുക. നിങ്ങൾ ഈ പാസ്റ്റർ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിപ്പോൾ ചെയ്താൽ മനസ്സിലായോ? നമ്മൾ ജനിച്ച കാലം മുതൽ എത്രയോ വർഷങ്ങളായി കൊന്ന് കുരുതി കഴിച്ച് നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലെ ആത്മീയ കണ്ണ് സാത്താൻ അടച്ചു. അതുകൊണ്ട് ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് നമ്മുടെ കണ്ണുകളെ തുറക്കാനായി ഈ ദൈവം ഈ ദാസനെ അയച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് പറഞ്ഞ് പിന്നെ തുടർന്നു. പ്രിയമുള്ളവരെ, 50 2 ഭാഗങ്ങളിൽ പോയി ഇതേ വചനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 100 പേരും കർത്താവായ യേശുക്രിസ്തുവിനെ അന്ന് രക്ഷിക്കപ്പെടുവാനിടയായി, വിശ്വസിക്കാനിടയായി. ഇത് കഴിഞ്ഞതിനോട് പറഞ്ഞു, മറ്റേന്നാൾ 250 പേരുടെ ഒരു സംഘത്തെ ഇന്ന സ്ഥലത്ത് ഞാൻ വിളിക്കുക, അവിടെ വരണം. അങ്ങനെ 250 പേരുടെ സംഘത്തിലേക്ക് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, എൻ്റെ ചെയർമാനോട്,
ബോസേ ക്രിമിനൽസ് രക്ഷിക്കപ്പെടുക, നീ എന്നെ പൈസ ചിലവാക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് വീടും തന്ന് എനിക്ക് കാറും തന്ന് എല്ലാ അനുവാദവും തന്ന് ഓഫീസും തന്ന് നീ എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ദൈവം ഈ വേലയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ക്രിമിനൽ സേന ഇന്നലെ 100 പേര് രക്ഷിക്കപ്പെട്ടു, നാളെ വീണ്ടും 250 പേര് രക്ഷയിലേക്ക് വരാൻ പോകുക. എനിക്ക് ധൈര്യമുണ്ട് ആ കാര്യത്തിൽ. നീ വരുന്നോ എന്ന് ചോദിച്ചു. അയ്യോ, അയാൾ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് വരാൻ ഇവരുടെ മുമ്പ്, കാരണം ഇവനെ കണ്ട കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതാ, കാരണം മില്യൺസ് ട്രില്യൺസ് കിട്ടും പറയുന്നത്. എന്നിട്ടും പറഞ്ഞു ഇല്ലില്ല ഞാനും വരാം, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബോസും എൻ്റെ കൂടെ വന്നു. വലിയൊരു സംഭവമായിരുന്നു. 250 പേരും. അന്നാണ് മൈന ജങ്ക എന്ന് പറയുന്ന അവരുടെ ചെയർമാൻ, ക്രിമിനൽ ചെയർമാൻ, എൻ്റെ വചനം അങ്ങോട്ട് കഴിഞ്ഞതും മേശപ്പുറത്ത് ചാടി കയറി 2 കൈയും പൊക്കി നിന്ന് പറഞ്ഞു, ഐ ഓൾസോ വാണ്ട് ജീസസ് ടുഡേ, എനിക്കും വേണം ഈ യേശുവിനെ. അന്നാണ് അവനും രക്ഷിക്കപ്പെടുന്നത് യഥാർത്ഥമായിട്ട്. 250 പേരും മുട്ടുകുത്തി കർത്താവിനെ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞു പാസ്റ്ററെ ഞായറാഴ്ച. അപ്പോൾ എന്നിട്ട് ചെയർമാനോട് പറഞ്ഞു, ചെയർമാൻ നീ എന്തിനാ ഇവനെ വെച്ചത്, നിനക്ക് എത്രയോ പേര് അവിടെ സ്റ്റാഫുണ്ട് വർക്ക് ചെയ്യാൻ, നീ ഇവനെ ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടു വന്നേര്. എന്നെ പറ്റി പറയുകയാണ്, കാരണം ഇവിടെ ഒത്തിരി പ്രവർത്തിക്കാനുണ്ട്. അടുത്ത ശനിയാഴ്ച ഞാനൊരു 3000-3500 പേരെ വിളിച്ചിരിക്കുക. അവർ ഇവിടുത്തെ ഒരു വലിയ സ്റ്റേഡിയത്തിൽ അവർ കൂടാൻ പോവുക, ഈ പാസ്റ്റർ ഞങ്ങൾക്ക് വേണം. അയ്യോ, അയാൾ പറഞ്ഞു എടുത്തോ, മൊത്തം എടുത്തോ, ഒരു കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. 3500 പേര് വന്ന് രക്ഷിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഉണക്ക നിലത്തേക്ക് നമ്മൾ വെള്ളമൊഴിച്ചാൽ എങ്ങനെ വെള്ളം മരിഞ്ഞു അതുപോലെയാണ് സുവിശേഷം പിടിച്ചെടുത്തത്. അവിടെ 5000-ൽ പരം പേർ രക്ഷിക്കപ്പെട്ടു. 4 മാസം വരെ വചനം പഠിപ്പിച്ചു. ഈ വചനം പഠിപ്പിച്ച് 2011 ഫെബ്രുവരി മാസം ആയപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, പാസ്റ്റർ നീ പഠിപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ 5000-ൽ പരം പേർ സ്നാനപ്പെടുവാൻ തയ്യാറായിരിക്കുന്നു. അവർ വലിയൊരു സാക്ഷിയാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വെള്ളത്തിലിറങ്ങി പരസ്യമായിട്ട് സ്നാനപ്പെടണം, ടി വിയിൽ അത് കാണണം, ലോകം അത് ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു മാറ്റം വന്നുവെന്ന് ലോകം അറിയണം. നിങ്ങളിൽ കൂടെ ഒരു വലിയ സാക്ഷ്യം ഈ കെന്യ ദേശത്ത് പ്രചരിപ്പിക്കുകയാണ്. അപ്പം നിന്നോടൊപ്പമുള്ള 50 ലക്ഷം ജനങ്ങൾ പലയിടങ്ങളിലാണ് കെനിയയിൽ. പക്ഷേ അവരും അത് കാണും. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ അവർക്കൊരു അവസരം വന്നില്ലെങ്കിൽ പോലും അവരുടെ രീതികൾ അവർ മാറ്റും. കാരണം നിങ്ങൾ മാറിയത് കാണുമ്പോൾ അവരും മാറ്റും. അതുകൊണ്ടത് കാണണം. അതുകൊണ്ട് പരസ്യമായിട്ട് കർത്താവിനെ സാക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് സ്നാനമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞാനത് അറിഞ്ഞു, ദൈവം അറിഞ്ഞു, പക്ഷെങ്കിൽ ലോകം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു പരസ്യമായ പ്രസ്താവനയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള സാക്ഷ്യം കാണിക്കുകയാണ് ഈ വെള്ളത്തിൽ കൂടെ. അതുകൊണ്ട് സ്നാനം. അങ്ങനെയാണ് 4 മാസം കഴിഞ്ഞ് ഇവർ സ്നാനപ്പെടാൻ തയ്യാറാകുന്നത്. പ്രിയമുള്ളവരെ, വലിയൊരു സംഭവമായിരുന്നു അത്. വെറും ടി വിക്കാരുമൊന്നും എടുക്കുകയല്ലായിരുന്നു, അതൊരു ലൈവ് ടെലികാസ്റ്റായിട്ട് കെനിയയിൽ കാണിക്കുകയുണ്ടായി. അത് അനൗൺസ് ചെയ്ത പെൺകുട്ടി ലോകത്തോട് പറഞ്ഞത്, ഇന്ന് ഞങ്ങളുടെ സിറ്റിസൺസ് ടി വിയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും നിർത്തിവെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ബ്രേക്കിംഗ് ന്യൂസ്. മുങ്കിക്ക് ക്രിമിനൽ ലോകം മാറ്റിയെടുക്കുവാൻ സാധിക്കാഞ്ഞത്. ഗവൺമെൻറ് തോറ്റു, പോലീസ് തോറ്റു, പട്ടാളം തോറ്റു. അവിടെ ഇതാ നിങ്ങൾ കാണുന്നു, ഒരു വൃദ്ധനായ മനുഷ്യൻ, എന്നെ ഫോക്കസ് ചെയ്ത് കാണിക്കുകയാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് അവൻ്റെ കയ്യിൽ തോക്കില്ല, വെടിയില്ല, ഒന്നുമില്ല, വെറും ബൈബിൾ കൊണ്ട് ഈ ജനത്തെ മാറ്റിയെടുത്തു. നിങ്ങൾ കണ്ടോ, മൈന ജങ്ക സ്നാനപ്പെടാൻ ഇറങ്ങി നിൽക്കുന്നു. ഈ ജനത്തെ കണ്ടോ, ഓരോരുത്തർ അദ്ദേഹം പെടുത്തുന്നത് കണ്ടോ. ഇതാണ് ഇവിടെ വന്ന ചേഞ്ച്. ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. കാരണം നമ്മൾ വലിയ ആഗ്രഹിച്ചതാണ്, ആര് കടന്നു പോകും ഈ ജനത്തെ മാറ്റിയെടുക്കുവാൻ തക്കാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിതൊന്നും അറിയുന്നില്ല, ഇതൊക്കെ ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ മനുഷ്യരെയും വലിയ വലിയ സൈസാണ് അവിടുത്തെ കെനിയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ വലിയ മല്ലന്മാരെ പോലുള്ള മനുഷ്യരാണ്. ഓരോരുത്തരെയും ഞാൻ മലത്തി അങ്ങോട്ട് സ്നാനപ്പെടുത്തി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നേരം ഒന്നും വേദനയൊന്നും അറിഞ്ഞില്ല. ഒരുപാട് പേര് അവരെല്ലാം അന്ന് സ്നാനപ്പെടുത്തുവാനുള്ള കൃപ ദൈവം കൃപയാണെന്ന് നൽകി. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണുനീരോടാണ് അവിടെ നിന്ന് നനഞ്ഞ് തണുത്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടാണ്. കാരണം ദൈവമേ, ഞാൻ എവിടെ കിടന്ന മനുഷ്യൻ, എന്നെ നീ എവിടേക്ക് കൊണ്ടുവന്ന് ഈ നിലകളിൽ കൂടെ ഒക്കെ കടത്തിവിട്ട് മുൻപോട്ട് കൊണ്ടുവന്ന് എന്നെ ഇതിനായിട്ട് നീ ഒരുക്കുകയായിരുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞു, സ്നാനം കഴിഞ്ഞു, ചർച്ചിൽ ഇവരെല്ലാം അങ്ങ് വരാൻ തുടങ്ങി. ഇൻ്റർനാഷണൽ കസീനോ ചർച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 പേർ 2500 പേർക്ക് മാക്സിമം ഇരിക്കാം. ബാക്കി ജനം മുഴുവൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, ബോസേ, ഓരോ ആത്മാക്കൾ വരുന്നതിൻ്റെയും അവാർഡ് എനിക്ക് ലഭിക്കുന്നതിലുപരി നിനക്കാണ് ലഭിക്കുന്നത്. നീ എന്നെ കൊണ്ടുവന്നത്, നീയാണ് എനിക്ക് വേണ്ടി ചിലവാക്കുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു.
കാരണം ഒരുപാട് കേസുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങൾ ദിവസം തോറും തീർന്നു പോകായിരുന്നു. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഷമോൾ സാർ, വലിയ ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ വരുന്നുണ്ട്, അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തു, ഒരു പ്രശ്നവുമില്ല, നീ ഓഫീസിൽ വന്നില്ലേലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ് എന്നെ അങ്ങ് അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങ് നടന്നു, എല്ലായിടും പോയി. എന്നോടൊപ്പം തന്നെ എൻ്റെ രണ്ടാമത്തെ മോളും ഹസ്ബൻഡും, അവളൊരു ഡെൻറ്റിസ്റ്റാണ്, ഹസ്ബൻഡ് അന്ന് MBBS ആണ്, പിന്നെ അവന് MD പീഡിയാട്രി കിട്ടി US അവർ പഠിക്കാൻ പോകേണ്ടി വന്നു. അവരും വന്ന ആ സമയത്ത് അവിടെ ഉണ്ട് രണ്ടുപേർ. എൻ്റെ ഇളയ മോന് ഇപ്പം ചെന്നൈയിലാണ് കുടുംബമായിട്ട്, അവനും അവിടെ ഉണ്ടായിരുന്നു. മൂത്ത മകൾ അന്നേരം അവൾ ഗൈനക്കോളജിസ്റ്റാണ്, ഹസ്ബൻഡ് മെഡിസിനാണ്, അവർ വടക്കേ ഇന്ത്യയിൽ മിഷൻ ഹോസ്പിറ്റലാണ്, ഇപ്പോൾ അവർ തിരുവല്ലയിൽ കർത്താവിനെ സേവിക്കുന്നു, അതൊരു ശുശ്രൂഷയോടൊപ്പം തന്നെ കർത്താവിനെ സേവിക്കുന്നു. അപ്പോൾ ഈ ഒരു ജനത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി സഭയിലാക്കി. അപ്പോൾ സഭ ഹോള് ചെറുതായിരുന്നത് കൊണ്ട് ഇത്രയും മുഴുവനും പേരെ അവിടെ കൊണ്ടുവരാൻ സാധിക്കാഞ്ഞത് മൂലം ഞാൻ ബോസിനോട് പറഞ്ഞു, ബോസ്, നമുക്കൊരു ചർച്ച്, വലിയൊരു ചർച്ചിൻ്റെ ആവശ്യമുണ്ട്. അയ്യോ, ഒരു പ്രശ്നവുമില്ല, നമുക്ക് ചർച്ച ഉണ്ടാക്കാമല്ലോ, അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമല്ല. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഒരു കൂടാര ചർച്ച് വരുത്തിയത്, ടെൻ്റ് ചർച്ച്. ഏതാണ്ട് 20,000-ൽ പരം പേർക്ക് ഇരിക്കാവുന്ന വലിയ ടെൻ്റ് ചർച്ച് വരുത്തി. പുള്ളി ഏതാണ്ട് 2 കോടി രൂപ ചിലവാക്കി ആ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷമോൾ സാർ, യുവർ ചർച്ച് ഈസ് റെഡി, വരാൻ പറഞ്ഞു. അയ്യോ, ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ക്ലിപ്പൊന്ന് കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു 20,000-ൽ പരം പേർ. അപ്പോൾ ഇവർ 5,000-ൽ പരം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ വന്നു. എന്നോടുകൂടി ഒരുമിച്ച് ഞങ്ങൾ കർത്തൃമേശ നുറുക്കുന്ന ദൈവമക്കളായി അവർ മാറി. ഇവനും എന്നോടൊപ്പം നിന്ന് സാക്ഷ്യം പറയും, എന്നോടൊപ്പം നിന്ന് പ്രസംഗിക്കാൻ കഴിവായി. അങ്ങനെയുള്ള ഒരു ജനത്തെ ഇവൻ പറഞ്ഞു 500 കിലോമീറ്റർ ദൂരെ വരെ നൂരിന്ന് പോലും ക്രിമിനൽ സേന വരാൻ തുടങ്ങി, അവരുടെ മെമ്പേഴ്സ് വരാൻ തുടങ്ങി. പോലീസ് ഭയപ്പെട്ടു പോയി. കാരണം 10,000-20,000 പേരിങ്ങോട്ട് വന്ന് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ റോഡെല്ലാം അങ്ങോട്ട് ട്രാഫിക് ബ്ലോക്ക് ആകുമായിരുന്നു. ഇവർക്ക് പേടി, കാരണം പോലീസുകാർക്ക് വന്ന് നേരിടാൻ പേടിയാണ് ഇവർ ഹെലികോപ്റ്ററിലാണ്, പോലീസ് ഹെലികോപ്റ്ററിലാണ് വന്ന് ഇവർ ഈ ഗ്രൗണ്ടിന് ചുറ്റും കറങ്ങി നോക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നതെന്ന്. പിന്നെ ഇവരറിഞ്ഞു, പിന്നെ ഇവരെന്നെ വന്ന് അതിൻ്റെ DGP ഒക്കെ എന്നെ വന്ന് കണ്ടു. എനിക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം ഈ ഒരു ജനത്തെ മാറ്റിയെടുക്കാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ട് പറ്റിയില്ലല്ലോ, നിനക്കതിന് സാധിക്കുന്നല്ലോ, നിന്നെ ജീവനോട് ഇവർ വെച്ചേക്കുന്നതിന് വലിയ അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയൊരു സംഭവം നടന്നു. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചില മാസങ്ങൾ കഴിഞ്ഞു. 2011 ഒടുവായപ്പോഴത്തേക്ക് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കുഴഞ്ഞു വീണു. എനിക്ക് ഷുഗറില്ല, BP ഇല്ല, കൊളസ്ട്രോളില്ല. അന്ന് ഞാൻ ജിമ്മിൽ പോയതാണ്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അന്നും കൊളസ്ട്രോളില്ല, ഇന്നും കൊളസ്ട്രോളില്ല. പക്ഷെങ്കിൽ ഞാൻ കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണെന്ന് കണ്ടു. പക്ഷെ കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു, ഡാഡി ഇങ്ങ് വാ. ഇപ്പം കാഷ്വൽ ഫെയിൻറ്റിങ് ആയിരുന്നു എന്നുള്ള ചിന്ത, സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ കുഴഞ്ഞു വീഴുന്ന പോലെ കുഴഞ്ഞു വീണാന്നുള്ള ചിന്തയായിരുന്നു ഡോക്ടർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വെല്ലൂരിലേക്ക് കൊണ്ടുവന്ന്, വെല്ലൂരിൽ വന്നൊന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് 2 ബ്ലോക്ക്, ലെഫ്റ്റ് ആർട്ടറി 100% ബ്ലോക്കും റൈറ്റ് ആർട്ടറി 80% ബ്ലോക്ക് വരുന്നു. ഇപ്പോൾ 3 സ്റ്റെൻറ്റ് എൻ്റെ ഉള്ളിലുണ്ട്. ഈ സ്റ്റെൻറ്റ് വിട്ടുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. പക്ഷേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രക്ഷിക്കപ്പെട്ട ആ ഡോക്ടർ വെല്ലൂരിൽ എന്നോടൊരു കാര്യം പറഞ്ഞു, അങ്കിളിൻ്റെ കാഷ്വൽ ഫെയിൻറ്റിങ് ആണ് ഞങ്ങൾ ഇതുവരെ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു ഇതൊരു സിവിയർ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്കിള് മരിച്ചു പോയതാണ്. അങ്കിളിനെ ഒരു സെക്കൻഡ് ലൈഫ്, 2ാം ജീവൻ തന്ന് അങ്കിളിനെ തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്കിള് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അങ്കിള് യോഗ്യനാണെന്ന് കണ്ട് ദൈവം വീണ്ടും തിരിച്ച് വരുത്തിയതാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് കടന്നുപോയി. ഞാൻ അവിടെ വെച്ച് ആ ഡോക്ടറോടും ആ കൂടി നിന്ന ജനത്തോടും, കാരണം എനിക്കൊന്നുമില്ലാത്ത, എനിക്ക് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഇത് വന്നു എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ടീം ഉണ്ടായിരുന്നു എന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ. ഇവരോടൊക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചു. കാരണം ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ തമ്പിയുടെ ഹൃദയം കാണിച്ച് അനേകായിരങ്ങളെ ഇന്ത്യയിൽ തന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. കെനിയയിൽ ചെന്ന് അനേകായിരം, ഒരു 30-35,000 കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇവരെ എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഈ സാത്താൻ കുടിയിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഈ സാത്താനെ ഇറക്കാൻ തക്കവണ്ണം ഞാനിവരെ സഹായിച്ചതാണ്. അതിനൊന്നും സാത്താൻ ദേഷ്യപ്പെട്ടില്ല, സാത്താൻ സഹിച്ചെങ്ങനെയൊക്കെയോ. പക്ഷെ ഒടുവിൽ ക്രിമിനൽ സേനയെ ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ സാത്താനും സഹിച്ചില്ല. സാത്താനും വിചാരിച്ചു, എടാ, ഞാൻ സുഖമായിട്ട് കഴിയുന്ന ഈ ഹൃദയത്തിൽ നിന്ന് എന്നെ ഇറക്കുവാൻ തക്കവണ്ണം ഇവനാണല്ലോ കാരണം, എന്നാൽ ഞാൻ ഇവൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് തൊടട്ട്. ഒരു ഡോക്ടർ പോലും കണ്ടുപോയി. അതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് പോലും സംശയമില്ലാതെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു, 2ാം ജീവൻ തന്നു.
ഞങ്ങൾ മടങ്ങി കെനിയയിലേക്ക് ചെന്നു. 4 മാസം കഴിഞ്ഞ് 4 മാസം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു 2ാം ജീവൻ ലഭിച്ചു. എൻ്റെ അമ്മച്ചി എന്നെ കർത്താവിന് നേർന്ന കാര്യം ഞാൻ അന്നേരം ഓർത്തു. അമ്മച്ചി കാൺപൂരിൽ വെച്ച് മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അമ്മച്ചിയോട്, അമ്മച്ചി സന്തോഷത്തോടാന്ന് പോകുന്നതെന്ന് ചോദിച്ചു. അയ്യോ മോനെ, എനിക്ക് നീ 10 സുവിശേഷന്മാർ ചെയ്യുന്നത് വേറെ നീ ഇവിടെ ചെയ്യുന്നുണ്ട്, കാരണം സഭയുണ്ട്, ഗിദെയോന്റെ മിനിസ്ട്രി ഉണ്ട്, ബൈബിൾ സൊസൈറ്റി എല്ലാം അമ്മച്ചി കണ്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നം എനിക്കില്ല, ഞാൻ സന്തോഷത്തോടെ പോകാം. അപ്പോഴും ഞാൻ അമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മരിക്കുന്നതിന് മുൻപായിട്ട്, അമ്മച്ചി 90 വയസ്സായിക്കോട്ടെ, കർത്താവിനെ പൂർണ്ണസമയത്ത് വിളിക്കുമ്പോൾ അന്ന് ഞാൻ പോകും, അമ്മച്ചി ഒന്നും പേടിക്കണ്ട, ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്മച്ചി യാത്ര പറഞ്ഞു പോകുന്നത് മേളയ്ക്ക്. ഒടുവിൽ സത്യം പറഞ്ഞാൽ ഈ വാക്കുകൾ ഞാൻ ഓർത്തു. ഞങ്ങൾ തിരിച്ചു ചെന്ന് 4 മാസം പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തു, ഇനി ഇത് വേണ്ട. ഞാൻ ബോസിനെ പോയി കണ്ടു. ഞാൻ ബോസിനോട് പറഞ്ഞു, ബോസേ ഇനി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇതൊരു 2ാം ജീവൻ ദൈവം തന്ന, ഇനിയിപ്പം പണമോ പ്രതാപമോ, അപ്പോഴത്തേക്ക് 61 വയസ്സായി, പണമോ പ്രതാപമോ ഒന്നുമില്ല, കുഞ്ഞുങ്ങളൊക്കെ അങ്ങും ഇങ്ങും സെറ്റിലായി, അവരെ കൊണ്ടൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇനി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തിരിയുകയാണ്, ഇന്നെൻ്റെ ശമ്പളമോ ഇതൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അന്ന് ഇറങ്ങി. കെനിയയിലെ ഒരു ചെറിയ ഒരു ചർച്ച്, ഹോപ്പ് ബൈബിൾ ചാപ്പൽ ബ്രദറൻസ് ചർച്ച് അവിടെ ഉണ്ട്. അവരാണ് എന്നെ കമൻറ്റ് ചെയ്ത് കർത്താവിന് വേലയ്ക്കായിട്ട് സമർപ്പിച്ച് ഒരു ഓർഡൈൻ തന്നിരിക്കുന്നത്. കാരണം അവിടെ മിഷണറി പെർമിറ്റ് നമുക്കത് വേണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 2017 ഞങ്ങൾ മടങ്ങി ഇന്ത്യയിലേക്ക് വരുന്നതും പാട്രാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവിടുത്തെ ഉള്ളത് വിറ്റിട്ടാണ് ഞങ്ങൾ കാൺപൂരിൽ പണ്ട് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ കാൺപൂരിൽ നിന്ന് ഞങ്ങൾ കെനിയയ്ക്ക് പോയപ്പോൾ കെനിയയിലെ ആ ഭവനം വിറ്റിട്ട് ഞങ്ങൾ പെരുമ്പാവൂരിൽ വന്ന് പിറ്റേ വർഷം ഒരു ഭവനം വാങ്ങിച്ചിട്ട്, കാരണം ഇവിടെ ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി ഉണ്ട്, അവരുടെക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകളുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ഇവിടെ ഒരു ഭവനം വാങ്ങിയിട്ടു. കാൺപൂരിലെ ഭവനം മറ്റുള്ള അനേകർ വന്ന ആ ഭവനം നല്ലൊരു ഭവനമാണ്. മേളിൽ ഹോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു ഏതെങ്കിലും ഒരു ക്രിസ്തീയ സംഘടനയ്ക്കോ ഒരു ചർച്ചിനോ കൊടുക്കണം, കാരണം മേളിൽ ഹോളൊക്കെ ഉള്ളത് കൊണ്ട്. ഒരു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഓഫർ ചെയ്തതിനേക്കാൾ 10 ലക്ഷം കുറവായിരുന്നു. പക്ഷേ എന്നിട്ടും AG മിഷൻ അത് എടുക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, അങ്ങനെ 10 ലക്ഷം രൂപ കുറച്ച് ഞാൻ AG മിഷന് ആ വീട് കൊടുത്തു. ഇന്ന് അവിടെ ഇപ്പം ഒരു പാസ്റ്റർ എസക്കിയേൽ ജോഷുവ ഉണ്ട് അവിടെ UP മിഷൻ്റെ, അദ്ദേഹം ആ ഭവനത്തിൽ താമസിക്കുന്നു. ചർച്ച് മേൽ അനുഗ്രഹകരമായിട്ട് നടക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ആ ഭവനം ഇന്നും ഉപയോഗപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. ഇത്രയുമാണ് എൻ്റെ രത്ന ചുരുക്കം പറയുവാൻ. അപ്പോൾ ഇന്നിപ്പം